3 വർഷത്തെ വരുമാനം നോക്കാനാണെങ്കിൽ ഏകദേശം 35 ലക്ഷത്തിൽ മേലെ വരുമാനം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു വീട്ടമ്മയായ ഞാൻ അല്ലെ, ഒരു വീട്ടിലിരുന്നു കൊണ്ട് ഒരു Zoom ഒക്കെ എടുത്തു ഒരു വീട്ടമ്മ എല്ലാ കൺട്രീസിലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എന്താണ് ഉണ്ടാക്കിയതാണ് ഇതേപോലെ ഉണ്ടാകുന്ന സാറിന്റെ അന്ന് മുതലേ ഉള്ള ഓരോ മസാലകളൊക്കെ ചേർത്തു അല്ലെ, അതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പോൾ അതിന് ഞാൻ വെരി പ്രൗഡാണ്. അത്രയും സപ്പോർട്ടുള്ള ലീഡേഴ്സ് ആണ്. അതേപോലെ ഞാൻ ആദ്യം നന്ദി പറയുന്നത് ഞാൻ പിന്നെ പടച്ചോനോട് മാത്രമല്ല, എന്നെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നൊരു വ്യക്തിയുണ്ട്. ഏതൊരാൾ നിങ്ങൾ ഈ Zoom-ൽ ഇരിക്കുന്ന ഏതൊരു വ്യക്തിയും ബിസിനസ്സിൽ കൊണ്ടുവന്ന ഒരാളുണ്ടാവും അല്ലെ, അദ്ദേഹത്തെ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. കാരണം അത്രയും ആ ഒരു പടച്ചോന്റെ കഴിവുള്ള ദൈവത്തിന്റെ കഴിവുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ഇല്ലാസ്ക എന്നെ Zoom-ലേക്ക് എന്നെ ബിസിനസ്സിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അദ്ദേഹത്തോട് തീരാത്ത നന്ദിയാണ്, കടപ്പാടാണ്. കാരണം എന്റെ ലൈഫിൽ എല്ലാ പ്രോബ്ലംസും മാറ്റാൻ പറ്റിയിട്ടുണ്ട്. അപ്പോ ഓരോ ലീഡേഴ്സ് അതേപോലെ രവീന്ദ്രജി, അപ്പോ ഇങ്ങനെ നിങ്ങൾ എല്ലാവരും ഈ Zoom-ലേക്ക് കടന്നു അല്ലെ, ഈ ബിസിനസ്സിലേക്ക് വന്നു, Zoom-ലേക്ക് വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് സിസ്റ്റങ്ങൾ എന്താണെന്ന് അറിയില്ല. എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ പറഞ്ഞ മസാലകൾ അറിയത്തില്ല. അപ്പോൾ ഇന്ന് ഞങ്ങളെ മുന്നിലേക്ക് ഈ ഒരു ബിസിനസിന്റെ അല്ലെ, ഈ ഒരു ബിസിനസിന്റെ മസാലകൾ, ഈ ഒരു കോൺഫോസിന്റെ ടേസ്റ്റ് അല്ലെ, എന്താണ്, എങ്ങനെയൊക്കെ ചെയ്യണം, അദ്ദേഹത്തെ കുറിച്ച് പറയാനാണെങ്കിൽ വെരി പ്രൗഡാണ്. ഏതൊരാൾക്കും അറിയാം അദ്ദേഹത്തിന്റെ ആ ഒരു ഫേസ് കാണുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന സന്തോഷം. ഏതൊരു ലാംഗ്വേജിലും അല്ലെ, BOP ആട്ടെ, BBS ആട്ടെ, അത് മലയാളം, ഹിന്ദി, തമിഴ്, ഇംഗ്ലീഷ് അതൊക്കെ എടുക്കുന്ന ഒരു വ്യക്തി, അത് ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ, ഞങ്ങൾക്കൊന്നും അറിയാത്ത ലാംഗ്വേജ് ആയിക്കോട്ടെ, അതൊക്കെ കേട്ടിരിക്കാൻ നല്ലൊരു സുഖമല്ല, അദ്ദേഹത്തെ കണ്ടിരിക്കാനും ആ ഒരു വോയിസ് ഒക്കെ കേട്ടിരിക്കാനും നല്ലൊരു രസമാണ്. ആ ഒരു വ്യക്തിയാണ്. അത് മാത്രമല്ല എംപവറിലെ തന്നെ ഒരു ഗ്രേറ്റ് ലീഡർ ആണ്, ഫാസ്റ്റ് ട്രാക്ക് മെമ്പർ ആണ്. ഏകദേശം 10-25 വർഷം നെറ്റ്വർക്കിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ഇന്ന് അദ്ദേഹം ചെന്നൈ സ്വദേശിയാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു തമിഴ്നാട് മുതൽ ചെന്നൈ മുതൽ വേൾഡ് വൈഡ് ആയിട്ട് അദ്ദേഹം ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും കാലം അദ്ദേഹം ചെയ്തത്? അപ്പൊ ആ ഒരു മസാല കൂട്ടാൻ നിങ്ങളെ മുന്നിലേക്ക് സാറ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് കറക്റ്റ് പാകത്തിനും അളവിനും സാറ് പറഞ്ഞുതരും. അതുകൊണ്ടാണ് നേരത്തെ തന്നെ ഒരു നോട്ട് പാഡും പെൻ എടുക്കാൻ ഞാൻ പറഞ്ഞത്. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. എല്ലാവരും ഞാൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് അത് അറിയണമെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം? നല്ലൊരു ഹാർട്ട് സിമ്പിൾ, നമ്മൾ അപ്രിഷിയേറ്റിലുപരി ഒരു സ്നേഹം കൊടുക്കാം. ആ സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ വാരിക്കോരി സാർ ആ മസാല തരും. വാരിക്കോരി ഞാനും കൊടുക്കുന്നുണ്ട് സാറിന് ഹാർട്ട് സിമ്പിൾ. എനിക്കും ആവശ്യമുണ്ട് ഇനിയും മസാലകള്. ഓക്കെ, എല്ലാവരും ഇവിടെ നിൽക്കുന്ന 249 പേരും കൗണ്ട് ചെയ്തല്ല, വീണ്ടും നിങ്ങൾ ടീമിൽ കോൾ ചെയ്ത് വാരിക്കോരി കൊടുക്കുക സാറിന് ഹാർട്ട് സിമ്പിൾ. ഒരാളും ക്ലാപ്പ് കൊടുക്കരുത്. ഹാർട്ട് സിമ്പിൾ സ്നേഹം മാത്രം കൊടുക്കുക. സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ സാറ് വാരിക്കോരി തരും. ഓക്കെ, എന്ത് ചെയ്യാം, നമുക്ക് സാറിനെ Zoom-ലേക്ക് ഇൻവൈറ്റ് ചെയ്യാം അല്ലെ, എല്ലാവരും സമ്മതത്തോടു കൂടി അല്ലെ, സ്നേഹത്തോടും സന്തോഷത്തോടും കൂടിയും ആ ജിയെ രവീന്ദ്രജി, നമ്മുടെ തലൈവർ എന്നറിയപ്പെടുന്ന രവീന്ദ്രജി Zoom-ലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സാർ. താങ്ക് യു തർസി. എന്റെ വോയിസ് ഓക്കെ അല്ലേ? യെസ്, ഓക്കെ സാർ. ഓക്കെ. വെറുതെ എന്നെ ഒന്ന് വെൽക്കം എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നെങ്കിൽ കുറേ കൂടി ബെറ്റർ ആവുമെന്ന് തോന്നുന്നു. ഇപ്പോ എന്താ വെച്ചാൽ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഡെലിവറി കുറച്ചാല് എന്തായിരിക്കും സ്ഥിതി എന്ന് എന്നെ പറ്റി ഞാൻ തന്നെ വിചാരിച്ചു. എന്ന് വെച്ചാൽ നമ്മുടെ അമീൻ ഭായും എലിയാസ് ഭായും അവരുടെയൊക്കെ ആ ഒരു ഡെലിവറിയും എന്റെ ഡെലിവറിയും കുറെ വ്യത്യാസം ഉണ്ടാവും. ബിക്കോസ് അവർ ആ പഞ്ചോട് കൂടിയിട്ടുള്ള ഒരു ഇതായിരിക്കും, ടച്ച് ആയിരിക്കും. എന്റെ കുറേ കൂടി ഒരു സോബർ ഡൗൺ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആയിരിക്കും. പക്ഷെ എന്തെന്നെയായാലും ഇന്നലെ രാവിലെ നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് മീറ്റിംഗ് കഴിഞ്ഞപ്പോഴാണ് പറയണത് ഇന്ന് ഞാൻ ഇതാണ്. അപ്പോ ടോപ്പിക് എന്തായിരിക്കും എന്താ വെച്ചാൽ എപ്പോഴും ഇപ്പൊ എല്ലാവരും ഒരു ടോപ്പിക്കിന്റെ പേരോട് കൂടിയിട്ടാണ് വരുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഒരു ടോപ്പിക്? കുറെയൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു, കുറെയൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോ അപ്പോഴേക്ക് അഷ്റഫൊക്കെ എന്നോട് വന്നിട്ട് സാറ് ടോപ്പിക് എന്താണ് പറയുന്നത്? പോസ്റ്റർ അടിക്കണം എന്ന് പറഞ്ഞു. ഓരോരോ 5 മിനിറ്റ് തരുമോ? എത്രയും പെട്ടെന്ന് കിട്ടിയാൽ കൊള്ളാം. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് ഒന്നും മണ്ടയിൽ ഓടിയില്ല. അപ്പോ ഞാൻ പറയുന്ന നെറ്റ്വർക്ക് മസാല എന്നായിക്കോട്ടെ. അങ്ങനെയാണ് ഈ ഒരു നെറ്റ്വർക്ക് മസാല വന്നത്. പക്ഷെ ആ മസാലയ്ക്ക് ഇത്രയും മസാല ചേർത്തിട്ട് തഫ്സി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത് ഞാൻ വിചാരിച്ചില്ല. എന്ന് വെച്ചാൽ ശരിക്കും ഇപ്പോ എക്സ്പെക്ടേഷൻസ് എല്ലാവർക്കും വളരെ കൂടിയിട്ടുണ്ടാവും. എന്താണ് ഇൻഗ്രീഡിയൻസ്, എന്താണ് അത് ഇതെന്നൊക്കെ. ഇത് തഫ്സി ഇങ്ങനെ ആയിരിക്കും തഫ്സിയാണ് MC എന്ന് അറിഞ്ഞോടനെ എനിക്കറിയാം നമുക്ക്. സോ അങ്ങനെ ഒരു സമയത്താണ് ഞാൻ വിചാരിച്ചത് കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല. സോ കുറേയൊക്കെ ഒരു മസാല ടച്ചോട് കൂടിയിട്ടുള്ള ഒരു പ്രസന്റേഷൻ കൊടുക്കട്ടെ എന്നും പറഞ്ഞിട്ട്. ബട്ട് ബിഫോർ ദാറ്റ് ഫ്രണ്ട്സ്, ഇപ്പോ ഓൾമോസ്റ്റ് ഒരു 265 പേര് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മുടെ LTPയുടെ ദിവസമാണ് നമുക്കറിയാം. സോ കുറച്ച് പേര് ട്രാവലിംഗിലായിരിക്കാം. ബട്ട് ദാറ്റ്സ് ഓക്കെ. ആരിവിടെ വന്നോ അവർക്കാണ് നമ്മൾ റെസ്പെക്ട് കൊടുക്കേണ്ടത് അല്ലേ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അതാണ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് തഫ്സി ഒരു കാര്യം പറഞ്ഞിരുന്നു, വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്തോളൂ, പറ്റാത്തവർക്ക് കുഴപ്പമില്ല. മോർ ഇമ്പോർട്ടൻ്റ്ലി കടന്നുകൊണ്ട് ആരെങ്കിലും ആ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞത് എനിക്ക് വേണ്ടിയിട്ടല്ല. ഇത് കൂടുതലും
ഇവിടെ കുറെ പേര് ഫ്രഷ് ആയിട്ട് വന്നിട്ട് എംപവറിന്റെ ഓർഗനൈസേഷനെ പറ്റിയിട്ട് കുറെ നമ്മൾ പറഞ്ഞിട്ട് ദേ ആർ എക്സ്പെക്ടിങ് എ ലോട്ട് ഓഫ് പ്രൊഫഷണലിസം അല്ലെ, കുറെ കൂടി നമ്മൾ ഒരു പ്രൊഫഷണൽ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ സമയത്ത് ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നെറ്റ്വർക്കിങ്ങിനെ പറ്റി പറയണമെങ്കിൽ ഞാനൊരു സ്ക്രീൻ ഷെയറോട് കൂടി തുടങ്ങാം ഫ്രണ്ട്സ്. അതൊരു ഇനീഷ്യൽ സ്ലൈഡിൽ ഞാൻ കുറച്ചു നേരം സംസാരിച്ചിട്ട് പിന്നെ വീണ്ടും നമ്മുടെ ഇതിലേക്ക് പോവാം. സ്ലൈഡൊക്കെ ഇഷ്ടമായോ എന്നുള്ളത് പിന്നീട് പറയണം കേട്ടോ, ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് എടുത്തത് ചില കാര്യങ്ങൾ. ഓക്കെ, സോ നെറ്റ്വർക്ക് മസാല ഫോർ മാർക്കറ്റിയേഴ്സ്, അതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിയേഴ്സിനുള്ള നെറ്റ്വർക്ക് മസാല. സോ ആദ്യത്തെ ചോദ്യം, 1-2 ചോദ്യങ്ങളിൽ ഞാൻ തുടങ്ങാം. ചാറ്റ് ബോക്സ് ഓപ്പൺ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഈ ചാറ്റ് ബോക്സ് ഓപ്പൺ ആണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ യുനോ കുറെ കൂടി ഇപ്പോഴാണ് നമ്മൾ അതിനെ പറ്റിയിട്ട് കാണുന്നത് അല്ലെ. ഒരു നവീൻ സാർ വന്ന പോലൊക്കെ, നവീൻ സാർ ആയിരുന്നു ആ ചാറ്റ് ബോക്സ് ഓപ്പണിങ്ങിന്റെ ഒരു ഇത് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഈ ചാറ്റ് ബോക്സ് ക്ലോസ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ എൻഡിൽ നമ്മൾക്ക് വേണമെങ്കിൽ 1-2 പേരുടെ ഇതിന് വേണ്ടിയിട്ട് ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് പറയുമായിരിക്കും. സോ ചാറ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് വെക്കുന്ന ഒരു ഓപ്പൺ ചെയ്യണ ഒരു വിഷയം നവീൻ മാത്രമല്ല, അത് കഴിഞ്ഞിട്ടുള്ള വന്ന ട്രെയിനേഴ്സ് എല്ലാവരും തന്നെ ആ ഒരു ടച്ചിലായിരുന്നു ഉണ്ടായിരുന്നു അല്ലെ. സോ ഞാനും 1-2 ചോദ്യങ്ങൾ തുടങ്ങാം. റൈറ്റ്, എത്ര പേർക്ക് ഇത് നിങ്ങളുടെ ആദ്യത്തെ നെറ്റ്വർക്കാണ്? എത്ര പേർക്കാണ് ഇത് ആദ്യത്തെ നെറ്റ്വർക്കാണ്? ഓർ റദർ ഇതാണോ നിങ്ങളുടെ ആദ്യത്തെ നെറ്റ്വർക്ക് എന്ന് പറയുകയാണെങ്കിൽ യെസ് എന്ന് പറയുക, അല്ലെങ്കിൽ നോ എന്ന് പറയുക. റൈറ്റ്, ആദ്യത്തെ നെറ്റ്വർക്ക് യെസ് ആണോ നോ ആണോ? എനിക്ക് കൂടുതലും യെസ് കിട്ടിയാൽ നല്ലതാണ്. ബിക്കോസ് ഓഫ് കോഴ്സ് കുറെ ചെയ്യണത് നല്ല കാര്യമാണ്, നോ കിട്ടണതും നല്ല കാര്യമാണ് എന്ന് വെച്ചാൽ ലോട്ട് ഓഫ് എക്സ്പീരിയൻസസ് ഉണ്ടെന്ന്. ഇതിലിപ്പോ ഞാൻ കാണുന്നത് ഒരു മിക്സ് ഓഫ് ബോത്ത് ഉണ്ട്. പക്ഷെ കൂടുതലും ഇത് അവരുടെ ആദ്യത്തെ നെറ്റ്വർക്ക് അല്ല. ഇത് എൻ്റെ പ്രോബബ്ലി അതാണ് അതിന്റെ അടുത്ത ചോദ്യം. ഇപ്പോ നോ പറഞ്ഞവര് എന്ന് വെച്ചാല് നിങ്ങളുടെ ഇത് ആദ്യത്തെ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ എത്രാമത്തെയാണ്? റൈറ്റ്, ഇത് നിങ്ങളുടെ എത്രാമത്തെയാണ് എന്നുള്ളതാണ്. 1 ആണോ 2 ആണോ 3 ആണോ 10 ആണോ എത്രയാണെന്നുള്ളത് ഒരു ജനറൽ ഇതൊന്ന് എഴുതും. സോ 2 ആണ് കൂടുതലും കാണുന്നത്. ഇത് നിങ്ങളുടെ സെക്കൻഡ് തേർഡ് സെക്കൻഡ്. ഓക്കെ, റൈറ്റ്. ഫൈനൽ ക്വസ്റ്റ്യൻ. ഇതിപ്പോ നമ്മുടെ 2ഉം 3ഉം ഞാനിപ്പോ കാണുന്നത് ഐ തിങ്ക് എത്രാമത്തെ നെറ്റ്വർക്ക് ആണ് എന്നുള്ളതാണ്. സോ കൂടുതലും 2 എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഓക്കെ, ബിക്കോസ് ഇത് ഒരു പക്ഷേ നിങ്ങൾ എല്ലാവരും നമ്മൾ ചെയ്ത ഇതിന് മുമ്പത്തെ പ്രോഗ്രാം ആയിരിക്കാം നിങ്ങളുടെ 6ാമത്തെ. 6 പേര് ചെയ്തിട്ടുണ്ട് രാജേഷ് എന്നാണ് കാണുന്നത്, നൗഫൽ 4, മമ്മൂട്ടിക്ക 4. സോ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഇവിടെ കാണുന്നുണ്ട് ഞാൻ അല്ലെ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം എന്തായിരുന്നു? ഞാൻ ചോദ്യം പറഞ്ഞു. സോ 4 എന്നുള്ളത് ഒരു എത്രാമത്തെയാണ് എന്നുള്ളത് അല്ലെ. ഓക്കെ, let's get back to business. Thank you friends. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെറ്റ്വർക്കിലെ എക്സ്പീരിയൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരാൾ ഞാൻ കുറേ നെറ്റ്വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയണത് അത് നല്ലതാണോ അതോ അത്ര നല്ലതല്ലേ? നിങ്ങളുടെ ആൻസർ എന്താണ്? കുറേ നെറ്റ്വർക്ക് ചെയ്ത ആൾക്കാർക്ക് ക്രെഡിറ്റ് കൂടുതലാണോ അതോ അല്ലേ? വിഷ്ണു നോ എന്ന് പറഞ്ഞു. യെസ് യെസ്. റസ്ല നോ, നല്ലതല്ല. യെസ്. കാരണം താങ്ക് യു. ഐ തിങ്ക് നോ തന്നെയാണ് അതിന്റെ ആൻസർ. ഞാൻ ഉദ്ദേശിച്ച ആൻസറും നോ തന്നെയാണ്. ഒരാൾ കുറെ നെറ്റ്വർക്ക് ചെയ്യണമെങ്കിൽ 2 കാര്യങ്ങളാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഹി ഡസന്റ് കെയർ ഫോർ ഹിസ് ടീം. നമ്മുടെ ടീമിന് വേണ്ടിയിട്ടുള്ള ഒരു കെയറിങ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അറ്റ് ദ സെയിം ടൈം അവിടെ നിങ്ങൾക്ക് ഒരു ക്രെഡിബിലിറ്റിയോ നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസം ഇല്ലാണ്ടാണ് ഇത്രയും കാലം നിങ്ങൾ ടീമിനെ നയിച്ചത് എന്നുള്ളതായിരിക്കാം ഇനി ഒരു കാര്യം. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് ഇൻഡസ്ട്രി. ഈ ഒന്നും അറിയാത്ത ആൾക്കാരാണ് ഇത് ആള് പിടിക്കുന്ന ബിസിനസ് എന്ന് പറയുന്നത്. പക്ഷെ എല്ലാവരും പറയുന്ന മാതിരി തന്നെ നെറ്റ്വർക്ക് ചെയ്യാത്ത ഏതൊരു ബിസിനസ്സാണ് എന്നുള്ളത്. അമിതാഭ് ബച്ചൻ അവിടെ ഒരു കാഡ്ബറീസ് ചോക്ലേറ്റ് കഴിക്കുകയാണെങ്കിൽ അതൊരാളെ പിടിക്കുന്ന ബിസിനസ് അല്ലേ? ഓർ ഫോർ ദാറ്റ് മാറ്റർ എനിത്തിങ്. ഇപ്പൊ ഇന്നലെ നമ്മുടെ ഗ്രേറ്റ് വിൻ ആയിരുന്നു അല്ലെ, വിമൻസ് വേൾഡ് കപ്പിന്റെ ഫസ്റ്റ് വിന്ന്. നമ്മുടെ വനിതാ ക്രിക്കറ്റ് ടീം ഇന്നലെ വേൾഡ് ചാമ്പ്യൻസ് ആയി. ഞാൻ ശരിക്കും പറഞ്ഞാല് ഒരു ക്രിക്കറ്റ് ബഫാണ്. അപ്പോ
ഞാൻ ഒന്നും കാണാണ്ട് ഞാൻ ഇത് മാത്രമാണ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ശുദ്ധ നുണയായിരിക്കും. റൈറ്റ്? ഞാൻ കോയിൻ ഫോർജ് മാത്രമാണ് ചെയ്യണത്, വേറെ ഒന്നും ഞാൻ ലൈഫിൽ ചെയ്യുന്നില്ല പറഞ്ഞാൽ ഇറ്റ് ഇസ് അബ്സല്യൂട്ട് ലൈ എന്ന് പറഞ്ഞ് പറയാം. ഞാൻ ഇന്നലെ രാത്രി ഒരു 1:30 മണി വരെയാണ് അവരുടെ പ്രസന്റേഷനും കാര്യങ്ങളും ഒക്കെ ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. ഇറ്റ് വാസ് എ ഡേ നൈറ്റ് മാച്ച്. അപ്പൊ അത് കഴിയുമ്പോൾ ആ ഒരു സ്പിരിറ്റ് ഭയങ്കരമായിട്ട് കയറി. ഞാൻ ഇൻഫാക്ട് ഒരു ചെറിയൊരു ഇമേജും ഇട്ടിരുന്നു നമ്മുടെ ഗ്രൂപ്പ്സിൽ. അതൊരു പ്രൗഡ് മൂവ്മെന്റ് ആയിരുന്നു അല്ലെ? ഇറ്റ് വാസ് എ ഗ്രേറ്റ് മൂവ്മെന്റ്. അവിടെ സ്മൃതി മന്ദാന എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും ഹയസ്റ്റ് റൺ ഗെറ്റർ ആൻഡ് പ്രൊളിഫിക് ബാറ്റ്സ്മാൻ, അവിടെ എത്രയോ ആഡ്സിൽ ഇപ്പൊ വരാൻ തുടങ്ങി കഴിഞ്ഞു. അവര് ചെയ്യണ ഏത് ഇതായിക്കോട്ടെ, അത് ആളെ പിടിക്കുന്ന ബിസിനസ് അല്ലേ? നമ്മുടെ MS ധോണി, തെണ്ടുൽക്കർ, ഇഷ്ടം പോലെ ആഡ്സിലുണ്ട് അവര് അല്ലെ? അവര് ചെയ്യേണ്ടത് ആളെ പിടിക്കുന്ന ബിസിനസ് അല്ല. അൺഫോർച്ചുനേറ്റ്ലി ആൾക്കാർക്ക് മനസ്സിലാവാത്തത്, അങ്ങനത്തെ ആളെ പിടിക്കുന്ന ബിസിനസ് നമ്മൾ ആരെയാണ് വളക്കണം? ആ കമ്പനീനെയാണ് വളക്കണം. ബിക്കോസ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രോഡക്റ്റ് കോസ്റ്റ് പണ്ട് നമ്മൾ ഒരു യൂഷ്വൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ് ഈ കൊക്കോകോളയുടെ കോസ്റ്റ് എത്രയാണ് എന്നുള്ളത്. അന്ന് ഞാനൊക്കെ നെറ്റ്വർക്ക് ചെയ്യുമ്പോൾ കൊക്കോകോളയുടെ കോസ്റ്റ് 10 രൂപയായിരുന്നു. റൈറ്റ്? അതുകൂടി ഉണ്ടായിരുന്നില്ല. ഉണ്ട് ഇനി 10 രൂപ ഉള്ളപ്പോൾ നമ്മൾ എന്താ പറയാ, കൊക്കോകോളയുടെ കോസ്റ്റ്, മാനുഫാക്ചറിങ് കോസ്റ്റ് 1 രൂപയാണ്. പക്ഷെ നമ്മുടെ അടുത്തേക്ക് അത് എത്തുമ്പോഴേക്കും അത് 10 രൂപ ആവണം. കാരണം അവിടെ ഫാക്ടറിയുടെ കോസ്റ്റ് കാര്യങ്ങൾ, പിന്നെ ലോജിസ്റ്റിക്സ് ഒന്നുണ്ട്. CNF ഏജിലേക്ക് വരണം, CNF ഏജിന്റെ നിന്ന് ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് വരണം, ഡിസ്ട്രിബ്യൂട്ടറിന്റെ നിന്ന് കടക്കാരൻ്റെ വരണം. കടക്കാരൻ നമുക്ക് തരുമ്പോൾ അയാൾക്ക് ഒരു പ്രോഫിറ്റും വെച്ചിട്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. സോ 1 രൂപയുടെ പ്രോഡക്റ്റിനെ ഞാൻ 10 രൂപയ്ക്ക് തരുന്നു എന്നാ പറഞ്ഞു. റൈറ്റ്? സോ അതും ആളെ പിടിക്കുന്ന ബിസിനസ് ആണ്. പക്ഷെ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി ആ 1 രൂപയുടെ സാധനത്തിനെ 10 രൂപയ്ക്ക് വാങ്ങിയിട്ട് കുടിച്ചു തള്ളും അല്ലെ? ബട്ട് ഇവിടെ കോയിൻ ഫോർജില് പെർസെൻറ്റേജ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഏർണിംഗ് ഓർ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾക്ക് 100 രൂപയാണെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് എത്രയാ ഫ്രണ്ട്സ്? ദി എൻറ്റയർ 80% വന്നിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിനകത്തേണെന്ന് മാത്രമല്ല, ഈ 80% പല ആൾക്കാർക്കും കൊടുക്കുന്നില്ല. ഈ 80% തരുന്നത് നമ്മുടെ ചെറുതായിട്ട് 1-2 ലെവൽസിൽ മാത്രമായിരിക്കും. ഒരാൾക്ക് സ്ലിപ്പ് ചെയ്താൽ അടുത്ത ആൾക്ക് പോകും എന്നുള്ള രീതിയിലാണ് അല്ലെ? ആൻഡ് ലെവൽ ഇൻകം എന്ന് വരികയാണെങ്കിൽ ഒരു 5 ലെവലിലാണ്. സോ ഇത് മാത്രമേ ഉള്ളൂ. ഇതിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മുടെ എംപവർ കമ്മ്യൂണിറ്റിയിൽ ഒരു 5000 പേരുണ്ടെങ്കിൽ ഒരാൾ സൈനപ്പ് ചെയ്യുമ്പോൾ 5000 പേർക്കല്ല കിട്ടുന്നത്. അവിടെ ഒരു 5 പേർക്കാണ് അതിന്റെ ടോട്ടൽ ഇൻകം കിട്ടുന്നത്. ഒന്ന് ഞാൻ ആസ് എൻ ഇൻട്രൊഡ്യൂസർ, പിന്നെ ഒരു 4 ലെവലും കൂടി എന്റെ മേളിൽ. റൈറ്റ്? സോ ഇങ്ങനെയാണ് നമ്മുടെ നെറ്റ്വർക്ക് ബിസിനസ് ബിൽഡ് ചെയ്യണത്. സോ ശരിക്കും പറഞ്ഞാൽ നെറ്റ്വർക്കിനെ മനസ്സിലാക്കിയവര് ദേ വിൽ ലവ് ഇറ്റ്. അങ്ങനത്തെ ഒരു വിഷയമാണ് എനിക്കുണ്ടായത്. എന്റെ കോർപ്പറേറ്റ് കരിയർ ആയിരുന്നു. നെസ്ലയിൽ ഒരു ജോബ് എന്ന് പറയുന്നത് ഒരു ബ്ലൂ ചിപ്പ് കമ്പനിയാണ്. വേൾഡിലത്തെ ഫോർച്യൂൺ 500 എന്ന് പറയും. ലോകത്തിന്റെ ഏറ്റവും മോസ്റ്റ് സോട്ട് ആഫ്റ്റർ കമ്പനീസ്, 500 കമ്പനീസിനെ ലിസ്റ്റ് ചെയ്താൽ അതിൽ നെസ്ലെ ഒരു കമ്പനിയാണ്. അപ്പൊ ആ ഒരു കമ്പനിയിൽ നിന്നൊക്കെ ഒരു ജോലി വിട്ടു വരിക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ഈസി അല്ലെ? അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വലുതായിട്ട് കണ്ടിട്ടുണ്ടാവണം. ബിക്കോസ് എന്റെ ചൈൽഡ്ഹുഡ് വളരെ ടഫ് ആയിരുന്നു ഫ്രണ്ട്സ്. കുറച്ച് പേർക്ക് അറിയാം. ഞാൻ മേ ബി ഇനി ഒരു വേദിയിൽ ഞാൻ അതിനെപ്പറ്റി കുറേ കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. പക്ഷെ എന്റെ ചൈൽഡ്ഹുഡ്, എന്റെ ചെറുപ്പകാലം വളരെ വളരെ ടഫ് ആയിട്ടുള്ള ഒരു കാലമായിരുന്നു ഇൻ ടേംസ് ഓഫ് ഫിനാൻസ്. അതുകൊണ്ടാണ് ഞാൻ ഏതൊരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എന്റെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡമിനെ പറ്റിയും ടൈം ഫ്രീഡമിനെ പറ്റിയും ഞാൻ പറയാം. എല്ലാവർക്കും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടാവും ഇവിടെ അല്ലെ? ആർക്കും ഒരു വളരെ ഈസി ഗോയിങ്, വളരെ ചുരുക്കം പേർക്കായിരിക്കും ഇംഗ്ലീഷിൽ പറയുന്ന മാതിരി ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ എന്ന് പറയുക. ജനിക്കുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും ഉള്ള ഒരാളായിട്ട് വളരെ ചുരുക്കം ആൾക്കാരെ കാണുള്ളൂ. എല്ലാവരും ഈ അപ്സ് ആൻഡ് ഡൗൺസ് ഇൻ ലൈഫ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ഇതിൽ വരുമ്പോ ഒരു ജോബ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു സെക്യൂർ ആൻഡ് കംഫർട്ട് ഫാക്ടറാണ്. അതിനെ വിടാൻ തോന്നില്ല. അതുകൊണ്ടായിരിക്കാം ഞാൻ 21 കൊല്ലം അതേ നെസ്ലെ കമ്പനിയിൽ ഞാൻ ഉണ്ടായിരുന്നത്. വെറും ഒരു സെയിൽസ് പ്രൊമോട്ടർ എന്നുള്ള രീതിയിൽ തുടങ്ങിയിട്ട് ഒരു സൗത്ത് ഇന്ത്യയുടെ റീജിയണൽ ഹെഡ് ആയിട്ട് മാറണമെങ്കിൽ കുറെ കഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുറെ ഹാർഡ് വർക്ക് ഉണ്ടായിട്ടുണ്ട്, എല്ലാം നടന്നിട്ടുണ്ട്. 1986 സെപ്റ്റംബർ 6 ഞാൻ നെസ്ലയിൽ ജോയിൻ ചെയ്തത്. 1986. ഒരുപക്ഷെ ഇവിടെ എല്ലാവരും കുറെ പേര് ജനിച്ചിട്ടുണ്ടാവില്ല അല്ലെ? അപ്പൊ ആ 1986 ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കോളേജിൽ നിന്ന് പുറത്ത് വന്ന ഒരു ഗ്രാജുവേറ്റ്, അത്രയേ ഉള്ളൂ. എത്രയോ പേരുടെ ഇന്റർവ്യൂവിൽ എനിക്കൊരു സെലക്ഷൻ കിട്ടി എന്നുള്ളത് ഒരു വലിയ പ്രൗഡ് മൂമെന്റ് ആയിരുന്നു. ആൻഡ് അന്ന് എൻ്റെ ആദ്യത്തെ ശമ്പളം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, 1650 റുപ്യായിരുന്നു. 1650. റൈറ്റ്? ആ ശമ്പളത്തിലാണ് ഞാൻ തുടങ്ങിയത് ഫ്രണ്ട്സ്. ഓഫ് കോഴ്സ് അന്ന് ആ അമൗണ്ട് എന്നുള്ളത് ഒരു നല്ല അമൗണ്ട് തന്നെയാണ്. ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സിൽ വെച്ച് നോക്കുകയാണെങ്കിൽ
1650 ഒരു നല്ലൊരു എമൗണ്ട് തന്നെയായിരുന്നു. ബട്ട് അതിന്ന് നമ്മൾ അടുത്തടുത്ത ലെവൽ പോകുമ്പോൾ ഈ കോർപ്പറേറ്റ്സിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ശമ്പളം ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും. അങ്ങനത്തെ ഒരു ജമ്പ് കിട്ടും നമുക്ക്. പക്ഷെ ആ ഒരു പ്രൊമോഷൻ കിട്ടണമെങ്കിൽ കുറെ കാലം എടുക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് പീരീഡ് ഒരു ലെവലിൽ നിന്ന് ഇനിയൊരു ലെവൽ വരാൻ ഒരു 3 കൊല്ലമാണെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു 1.5 കൊല്ലത്തിലോ 2 കൊല്ലത്തിലോ കിട്ടും. ഇതാണ് കോർപ്പറേറ്റ് സ്റ്റാൻഡേർഡ്സ്. കോർപ്പറേറ്റിൽ വർക്ക് ചെയ്ത ആൾക്കാർക്കൊക്കെ അറിയാം. വിഷ്ണു ഒക്കെ ഉണ്ട് ഇവിടെ, ഹി വിൽ നോ ഇറ്റ്. നമ്മുടെ സുശീൽ പ്രോ ഉണ്ടോ എന്ന് അറിയില്ല, അവിടെ മൂപ്പർക്കൊക്കെ അറിയാം. സോ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതാണ് നോർമൽ ലൈഫ്. അപ്പൊ നമ്മൾക്ക് ഒരുവിധം നമ്മുടെ കരിയറിനെ എക്സ്പെക്ട് ചെയ്യാം. നമ്മൾ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്താലേ നമ്മൾ എവിടെ എത്തുന്നു അറിയാം. ബിക്കോസ് അതിന്റെ ഒരു ഗ്രോത്ത് പാത്ത് ഉണ്ട്. നമ്മുടെ ഈ എന്താ പറയുക, റോഡ് മാപ്പ് എന്നൊക്കെ പറയുന്ന മാതിരി ഈ ഒരാൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എത്ര കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് അയാൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഒരു ജനറൽ ഐഡിയ ഉണ്ട്. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഇൻ ദ ഇയർ 1998-99 മെല്ലെ എന്റെ മൈൻഡിൽ ഇങ്ങനെ ഓടാൻ തുടങ്ങി. റൈറ്റ്, 86 99 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 13-14 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇതന്നെയാണോ ഞാൻ ചെയ്യാൻ പോണത്? 60 വയസ്സ് വരെ ഞാൻ ഇതാണോ ചെയ്യാൻ പോണത്? അതാണ് നമ്മുടെ നെസ്ലയുടെ റിട്ടയർമെന്റ് ഏജ്. എനിക്കൊരു വലിയൊരു ആൻസറാണ് കിട്ടിയത്. നോ എന്നായിരുന്നു അപ്പൊ ആൻസർ ഇടാം. നമ്മുടെ ജിനാഫ് പറയുന്ന മാതിരി അന്ന് തന്നെ എനിക്കൊരു നോ കിട്ടി എന്റെ മൈൻഡിന്റെ ഉള്ളിൽ. അതെന്തായിരുന്നു വെച്ചാൽ, ഈ ഒരു സാലറി വെച്ചിട്ട് നിങ്ങളുടെ ഒരു ഫാമിലി ആവട്ടെ, നിങ്ങളുടെ ഡ്രീംസ് ആവട്ടെ, നിങ്ങളുടെ കുറെ കാര്യങ്ങളാവട്ടെ വലുതായിട്ടൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളൊരു ജോബിലാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ശമ്പളം നിങ്ങളുടെ എല്ലാ ഡ്രീംസിനെയും അച്ചീവ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു ചാറ്റ് ബോക്സ് ഒന്ന് പറയൂ പ്ലീസ്. ഞാനൊന്ന് ചാറ്റ് ബോക്സ് ഒന്ന് കുറച്ച് യൂസ് ചെയ്യട്ടെ. ഇപ്പോ ആരെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ, പാർട്ട് ടൈം വർക്കേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ബിസിനസ്സിൽ, നിങ്ങളെ സംബന്ധിച്ചോളം ഇപ്പൊ കിട്ടുന്ന ശമ്പളം നിങ്ങളുടെ എല്ലാ ഡ്രീംസിനെയും ഫുൾഫിൽ ചെയ്യോ? എനിബഡി? ആരെങ്കിലും ഒരാൾ യെസ് പറയണമെന്ന് ഞാൻ ആലോചിക്കുകയാണ്. നിങ്ങളൊരു യെസ് വരുമോന്ന്? വരാൻ ചാൻസ് വളരെ കുറവാണ്. യെസ്, താങ്ക് യു. എല്ലാവരും നോ തന്നെയാണ് പറഞ്ഞത്. അത് തന്നെയാണ് അതിന്റെ ആൻസറും, അല്ലെ? സോ അങ്ങനെ ഒരു തോട്ട് പ്രോസസ് എന്റെ മൈൻഡിൽ വന്നതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും ഒരു പ്ലാൻ ബി, അതും എൻ്റെ ഒരു ഫേവറേറ്റ് സ്ലൈഡാണ്. എൻ്റെ ഒരു ചില പ്രസന്റേഷൻസിൽ ഇത് കാണാം, വാട്ട് ഈസ് യുവർ പ്ലാൻ ബി എന്ന് ചോദിച്ചു. സോ ഈ പ്ലാൻ ബി വേറൊന്നുമല്ല, ചെയ്യുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഇൻകം കിട്ടാൻ ചെയ്തൂടെ. ഞാൻ ആദ്യത്തെ ഒരു നെറ്റ്വർക്ക് എടുത്തത് ക്യൂനെറ്റ് എന്നുള്ളൊരു, ഇന്ന് ക്യൂനെറ്റ് ആണ് അതിന്റെ പേര്, പക്ഷെ അന്ന് ഗോൾഡ് ക്വസ്റ്റൻ ആയിരുന്നു. ആ ഗോൾഡ് ക്വസ്റ്റിലുള്ള ഇതില് ഞാൻ കുറെ ഔട്ട്സൈഡ് കൺട്രീസ് ഒക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ സിംഗപ്പൂറും മലേഷ്യയും എൻ്റെ ഒരു വലിയ മാർക്കറ്റ് ആയിരുന്നു. വർഷത്തില് 7-8 പ്രാവശ്യം ഞാൻ ഈ പറഞ്ഞ സിംഗപ്പൂരിലേക്കും മലേഷ്യക്കും പോകുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അവിടെ ഞാൻ കണ്ടത് എല്ലാവർക്കും ഒരു പ്ലാൻ ബി ഉണ്ട്. ജോലി ചെയ്യണവർക്കായാലും അല്ലെങ്കിൽ നെറ്റ്വർക്ക് ചെയ്യുന്ന ആൾക്കാരായാലും അവരുടെ ഒരു പ്ലാൻ ബി ഉണ്ടായിരുന്നു. സോ അങ്ങനത്തെ ഒരു പ്ലാൻ ബി വേണം എൻ്റെ മൈൻഡിൽ. അങ്ങനെ ആലോചിച്ചിട്ടാണ് ഞാൻ ദ ഇയർ 2000 എന്ന് വെച്ചാൽ ഇന്നിതാ 25 വർഷമായി. 2000 ഞാൻ ഒരു പ്ലാൻ ബി നോക്കിപ്പോയത്. അന്നൊക്കെ ഈ നെറ്റ്വർക്കിംഗ് എന്നുള്ളത് നോർമൽ നെറ്റ്വർക്ക് ആയിരുന്നില്ല. ഫോൺസ് വളരെ വളരെ കുറവായിരുന്നു. എന്തെങ്കിലും ഒരു സൈൻ അപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ഇന്റർനെറ്റ് സെന്ററിൽ പോയിട്ടാണ് അത് ചെയ്യേണ്ടത്. ലാപ്ടോപ്പ് ഒന്നും കണ്ടിട്ടേ ഇല്ല അപ്പൊ ഒന്നും. റൈറ്റ്. സോ ആ ഒരു സമയമായിരുന്നു നമ്മൾ കടന്നുപോയത്. ആ ഒരു സമയത്ത് ഞാൻ ചെയ്ത വർക്ക് അതിന്റെ 10-1 ഞാൻ ഇപ്പൊ ചെയ്യുന്നില്ല എന്ന് ഞാൻ ഓണസ്റ്റ് ആയിട്ട് കൺഫ്യസ് ചെയ്യണത്. അന്നുള്ള ആ പാഷൻ, അന്നുള്ള ഓരോരുത്തരോട് ഡയറക്റ്റ് ആയിട്ട് പോയി മീറ്റ് ചെയ്ത് ചെയ്യണത്, ഇന്ന സമയത്ത് ഇവിടെ ആയിരിക്കും എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ആരുടെങ്കിലും ഒരു വീട്ടിലായിരിക്കും നാളെ നമ്മൾ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് അവിടെ പോയിട്ട് നമ്മുടെ ഹോൾ ഡേ സ്പെൻഡ് ചെയ്ത് ചായയും കാപ്പിയൊക്കെ ഒന്നിച്ചുണ്ടാക്കി, ലഞ്ചൊക്കെ ഒന്നിച്ചുണ്ടാക്കി, ആ ബോണ്ടിങ് നമ്മൾ ദ കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്തത് അൺമാച്ച്ഡ് ആയിരുന്നു. ബിക്കോസ് അവിടെ പോകുമ്പോൾ അതിന്റെ ഒരു റിസൾട്ടും അതുമാതിരിയായിരുന്നു. എവറി വീക്ക് ആയിരുന്നു അവിടെ പേയ്മെന്റ്. എവറി ഫ്രൈഡേ നൈറ്റ് 9:30 ആയിരുന്നു ക്ലോസിംഗ് ടൈം. ആ 9:30 എന്ന് പറയുമ്പോൾ ഒരു 4-5 മണിക്കൂർ അതിന് മുമ്പ് മണ്ടൊക്കെ ഇങ്ങനെ പുകയും. അത്രയും അച്ചീവ് ചെയ്യണം എന്നുള്ള ആ ഒരു വെറിയിലായിരിക്കും നമ്മൾ. അത്രയും വെറി ഇപ്പൊ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറെ പേരുടെ ഇല്ല. വരുമ്പോ വരട്ടെ, എന്താണോ വരണത് വരട്ടെ. ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട് എൻ്റെ ഡൗൺലൈനോട്, ഇന്ന് എത്രയായി, ഇന്നത്തെ പ്രസന്റേഷൻ ആയി, ഇന്നൊന്നും വന്നില്ലേ, ഒന്നും ക്ലോസ് ചെയ്തില്ലേ, ആ ഒരു നേച്ചർ അന്ന് ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് മോർ ഓഫ് റിലേഷൻഷിപ്പ്. റൈറ്റ്. സോ ആ ഒരു ജീവിതം എനിക്ക് ഒരു 7 കൊല്ലം വരെ ആ കമ്പനിയിൽ മാത്രം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വലിയൊരു ഡിസിഷൻ ഞാൻ ലൈഫിൽ എടുത്തത്. റിസൈൻ എന്നുള്ള ഒരു വിഷയം ഞാൻ
എൻ്റെ 41ാമത്തെ വർഷമാണ് ഞാൻ, ഐ തിങ്ക് ഇഫ് ഐ എം നോട്ട് റോങ്. 2007 എന്ന് പറയുമ്പോൾ 64, അറൌണ്ട് 42-43 എൻ്റെ ലൈഫിന്റെ കരിയറിന് എന്നെ നെസ്ലെ എന്നുള്ള ഒരു ജോബ്, നല്ല ശമ്പളമുള്ള ഒരു 6 അക്കം ശമ്പളമുള്ള സമയത്താണ് ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് വന്നത്. ഫ്രണ്ട്സ്, എന്തൊരു ഡിസിഷൻ ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. എൻ്റെ പേരൻസ് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, എൻ്റെ ഫാമിലി എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കൊളീഗ്സ്. ബിക്കോസ് ആ സമയത്ത് ഞാൻ ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറയും, അവിടെ ഇന്നിപ്പോ ഫാസ്റ്റ് ട്രാക്ക് മാതിരി കോർപ്പറേറ്റിലും ഫാസ്റ്റ് ട്രാക്ക് എന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെക്കും നമ്മുടെ ബോസസ് ഒക്കെ, ഇയാളെ അവിടെ എത്തിക്കണം, ഇയാളെ അവിടെ എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് ഫാസ്റ്റ് ട്രാക്കിൽ ഉണ്ടാവും. ആ ഫാസ്റ്റ് ട്രാക്കിലുള്ള ഒരു മെമ്പറും ആയിരുന്നു ഞാൻ. അത് നിങ്ങളോട് പറയില്ല അവരിങ്ങനെ വരികയുള്ളൂ. ഞാൻ റെസിഗ്നേഷൻ കൊടുക്കാനായിട്ട് ബ്രാഞ്ച് മാനേജറിന്റെ റൂമിന്റെ ഉള്ളിൽ പോയപ്പോഴാണ് എന്താ രവി, യുഷ്വർ നീ വിടാൻ തീരുമാനിച്ചോ, നീയൊക്കെ ഫാസ്റ്റ് ട്രാക്ക് മെമ്പർ ആയിരുന്നു നമ്മുടെ ഇതിലെന്ന് പറഞ്ഞിട്ടാണ് എനിക്കൊരു മോട്ടിവേഷനൊക്കെ അപ്പൊ തന്നത്. ഞാൻ വിചാരിച്ചു ഓക്കെ, ഇനിയിപ്പോ ആ പറഞ്ഞ നല്ല ആ ഒരു സിൽവർ ആൻഡ് ഗോൾഡൻ വേർഡ്സ് കേട്ടിട്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ ഇരിക്കുന്നുണ്ടാവില്ലായിരിക്കും. ഒരുപക്ഷെ ഇത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫിൽ ലീഡ് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും. ബിക്കോസ് എന്നെ സംബന്ധിച്ചോളം അന്ന് എന്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർ എത്രയോ ടെൻഷൻസും, ഞാൻ ഇപ്പോ ഫിനാൻഷ്യലി എന്ത് സ്റ്റാറ്റസിലുണ്ടോ അതിനേക്കാട്ടിലും എത്രയോ കുറവായിട്ടാണ് അവർ നിൽക്കുന്നതെന്ന് ഞാൻ വളരെ പ്രൗഡായിട്ട് പറയാൻ പറ്റും. ആർക്കും ഒരു ചമ്പ് പറയാനല്ല, എന്നെ സംബന്ധിച്ചോളം ആ ഒരു ജേർണി വാസ് എ മാജിക്കൽ ജേർണി, നെറ്റ്വർക്കിംഗ് എന്നുള്ളത്. സോ എത്ര പേര് ഇവിടെ നെറ്റ്വർക്കിനെ ശരിക്കും എൻജോയ് ചെയ്തിട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഐ റിയലി ഡോണ്ട് നോ, എനിക്കറിയില്ല. എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് എന്നാവട്ടെ, കിങ് മേക്കേഴ്സ് എന്നാവട്ടെ, ഇപ്പൊ പുതിയതായിട്ട് ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു ടീം കിങ് സർക്കിൾ എന്നൊരു ടീം വന്നിട്ടുണ്ട്. ശരിക്കും ഒരു 2 ദിവസം മുമ്പ് അവരുടെ കൂടെ ഇരുന്നപ്പോ റൈറ്റ്, ഇതിപ്പോ ശരിക്കും പറഞ്ഞാല് വയസ്സന്മാര്, വെറ്ററൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് ഞാൻ പിന്നെ ഫാസ്റ്റ് ട്രാക്കിനെ കണ്ടത്. അതിന്റെ അടുത്ത ലെവലിൽ എന്നുള്ളത് ഒരു മീഡിയം അല്ലെ, കുറച്ചു കാലം ക്രിക്കറ്റ് കളിച്ചിട്ട് പിന്നെ കളിക്കാൻ വന്ന ആൾക്കാര്. പക്ഷെ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ഒരു ടീമായിട്ടാണ് ഞാൻ അവിടെ കിങ് സർക്കിളിനെ കണ്ടത്. ഇപ്പൊ കിങ് സർക്കിൾ എല്ലാവരോടും ഞാൻ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ആ ക്ലോസിംഗ് റിമാർക്സിൽ ഞാൻ അന്ന് പറഞ്ഞത്, ഒരുപക്ഷെ നിങ്ങൾ കിങ് മേക്കറിനെ എന്നെ ബീറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്ന്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കിങ് മേക്കറിൽ പോയിട്ട് ഞാൻ അതന്നെ പറഞ്ഞത്. അവിടെ ഒരു കിങ് സർക്കിളിൽ നിന്ന് ഫോം ആയിട്ടുണ്ട്, നിങ്ങളെയൊക്കെ ഞെട്ടിക്കുന്ന രീതിയിൽ അവർ വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇപ്പൊ ഈ ഞാൻ പറഞ്ഞ 2 സ്റ്റേറ്റ്മെന്റ്സ് ദയവ് ചെയ്തിട്ട് നിങ്ങളൊക്കെ ഒന്ന് ടേക്ക് കെയർ ചെയ്യുമെന്ന് വിചാരിക്കണം കിങ് സർക്കിൾ. ബിക്കോസ് ഇറ്റ്സ് എ ലോട്ട് ഓഫ് ഗുഡ് ഫ്യൂച്ചർ കോയിൻ ഫോർജിൽ. ശരിക്കും പറഞ്ഞാൽ ബ്ലൈൻഡ് ഫോളോയിങ് ആണ് നമ്മൾ എല്ലാവരും ഇപ്പോ ഹസീബ് ഭായ് പറഞ്ഞാൽ ചെയ്യുന്നത് അല്ലെ. സോ ആ ബ്ലൈൻഡ് ബിലീഫ് ഞാൻ പറയണെന്ന് വെച്ചാല്, ഡൗട്ടോട് കൂടിയിട്ട് എന്ത് ചെയ്താലും ഇറ്റ്സ് എ കില്ലർ. ഡൗട്ട് ഇസ് എ കില്ലർ എന്നാ പറയാ. ഒരു കാർ ഓട്ടുമ്പോ ഒരു കാല് ആക്സിലേറ്ററും ഒരു കാല് ബ്രേക്കിലും വെച്ചിട്ടാണ് നമ്മൾ ഓട്ടണം വെച്ചാൽ വണ്ടി എത്രത്തോളം നീങ്ങും? വളരെ സ്ലോ ആയിട്ടല്ലേ നിൽക്കുള്ളൂ. ബട്ട് ഇവിടെ നിങ്ങൾ ഫുൾ ത്രോട്ടിൽ പോകാനുള്ള ഒരു നല്ലൊരു വെഹിക്കിൾ തന്നിട്ടുണ്ട് കോയിൻ ഫോർജ് എന്നുള്ളത്. അതിനെ ഗൈഡ് ചെയ്യാനുള്ള പെർഫെക്റ്റ് ഗൈഡൻസ് ഉള്ള ആൾക്കാരുണ്ട്. അത് ഞാൻ ഫാസ്റ്റ് ട്രാക്ക് മാത്രമല്ല കേട്ടോ പറയണത്, നിങ്ങളുടെ എല്ലാ കിങ് മേക്കേഴ്സും കിങ് സർക്കിൾ മെമ്പേഴ്സും ആർ വെരി വെരി കേപ്പബിൾ. ബിക്കോസ് അവർ തന്നെ ഒരു 100 പേരുണ്ട്. ആ 2 ടീമും കൂടി ചേർത്താൽ തന്നെ ഒരു 100 പേരുണ്ട്. സോ നമ്മുടെ ബാക്കിയുള്ളവരുടെ എയിം എന്തായിരിക്കണം, ഒബ്ജക്റ്റീവ് എന്തായിരിക്കണം, ആ ഒരു 2 ടീമിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ അങ്ങോട്ട് എത്തണം. ഐ നീഡ് ടു ബി ദെയർ. അതിന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇരിക്കൂ, അപ്ലൈൻ്റെ അടുത്ത് ഇരിക്കൂ, ഫാസ്റ്റ് ട്രാക്കിന്റെ ആൾക്കാരുടെ കൂടെ ഇരിക്കൂ. വാട്ട് യു നീഡ് ടു ഡു എന്നുള്ളത് അവിടെ മനസ്സിലാക്കൂ. ആൻഡ് ദെൻ യു വിൽ ബി ദെയർ. ബിക്കോസ് ആ ഒരു സ്ഥലം പെർമനന്റ് അല്ല. ഒരു കിങ് മേക്കർ ആയാൽ ഐ വിൽ ബി എവർ എ കിങ് മേക്കർ എന്നല്ല. നടന്നിട്ടുണ്ട്. കിങ് മേക്കർ എന്ന് ഒരാളെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് കിങ് സർക്കിളിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് പണിഷ്മെന്റ് ആയിട്ട് ഞാൻ എടുക്കുന്നില്ല. അതൊരു റീഹാബിലിറ്റേഷൻ ക്യാമ്പ് മാതിരിയാണ്. നമ്മുടെ കോട്ടയ്ക്കൽ ആയുർവേദശാലയ്ക്ക് പോയിട്ട് ഒരു ഉഴിച്ചൽ നടത്താൻ വേണ്ടി അയച്ചിരിക്കുകയാണ് കിങ് സർക്കിളിലേക്ക്. അവിടെ ഉഴിച്ചിലും പിഴിച്ചിലൊക്കെ കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബോഡി ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അതാണ് നമ്മൾ ബിലീവ് ചെയ്യണത്. ഓക്കെ, സോ എവിടെയും ആരെയും നമ്മൾ താഴ്ത്തിയിട്ടല്ല പറയണത്. എവ്രിബഡി ഡിസേർവ്. ഇന്നിപ്പോ നിങ്ങളൊക്കെ അവിടെ ഒരു ടീം മെമ്പർ ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ബിക്കോസ് യു ഡിസേർവ് ഇറ്റ് മൈ ഫ്രണ്ട്സ്. ഇന്ന് വളരെ കാഷ്വൽ ആയിട്ട് അറ്റൻഡൻസ് തരുന്നതും അല്ലെങ്കിൽ ഓൺ ചെയ്ത് വെച്ചിട്ട് വേറെ എന്തെങ്കിലും പണികൾ ചെയ്യുകയാണെങ്കിലൊക്കെ ഇറ്റ്സ് ഫൈൻ. പക്ഷെ എത്രത്തോളം നിങ്ങളുടെ ആ മൈൻഡിന്റെ ഉള്ളിൽ ഉണ്ട് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. തഫ്സി പറയും, ഞാൻ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ എന്റെ സൈഡിൽ എന്റെ മൊബൈൽ ഉണ്ടാവും, അവിടെ ഒരു നോട്ട്ബുക്ക് ഉണ്ടാവും. അങ്ങനെ എത്രയോ ലേഡീസ് ചെയ്യുന്നുണ്ട്. തഫ്സീനെ ഞാൻ ഒരു പേരെടുത്തു എന്ന് മാത്രം. ബിക്കോസ് തഫ്സി എന്ന് പറഞ്ഞ ഒരു ലേഡി എപ്പോഴും എന്ത് ചെയ്യണോ അവിടെ പ്രൊജക്ട് ചെയ്യും. ജീവിതത്തിൽ പ്രൊജക്ഷൻ എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം 4 പേര് അറിയട്ടെ, കുഴപ്പമില്ല.
അവരുടെ ആ ഇന്നലെ നമ്മൾ ജസ്റ്റ് ജനറൽ ആയിട്ട് ഇന്നത്തെ മോർണിംഗ് സെഷനെ വേണ്ടിയിട്ട് എന്താ തരാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഉണ്ട് സാറ് ഇൻസ്റ്റയിലും അതൊക്കെ ഒരു പേജൊക്കെ തുറന്നിട്ട് ചെയ്തുകൂടെ. ഞാൻ പറഞ്ഞു ഞാൻ അത്രയൊന്നും ആയിട്ടില്ല, ഞാൻ ഒരു ട്യൂഷന് വരണം എനിക്ക് തഫ്സീലിന്റെ അടുത്ത്. ചെയ്യാം ഡെഫിനറ്റ് ആയിട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ 2-3 പേരോട് ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഇതിനെപ്പറ്റി ഒന്ന് നന്നായി പറഞ്ഞ് മനസ്സിലാക്കി തരുമെന്ന്. ഇതൊക്കെ പറയണത് ഏതെങ്കിലും 1 day വർക്ക്ഷോപ്പിലോ 2 ഡേയിലാണ് നടക്കുമോ? നോ വേ. അതിനുവേണ്ടി മാറ്റി വെക്കണം സമയം. റൈറ്റ്. സോ നമ്മൾ കുറെ നേരം എടുക്കുന്നില്ല. ഞാൻ ഇനി ഐ എം ഗോയിങ് സ്ട്രേറ്റ് ടു ദ ഫ്യൂ സ്ലൈഡ്സ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ നെറ്റ്വർക്കിന്റെ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ഉള്ളിലേക്ക് പോവാം. ഓക്കെ, സ്ലൈഡ് മാറുന്നുണ്ടോ തഫ്സീൽ? ഇല്ല സർ, ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ അല്ലേ? യെസ്, ഓക്കെ സർ. സോ നെറ്റ്വർക്ക് മസാല ഫോർ നെറ്റ്വർക്ക് മാർക്കറ്റിയേഴ്സ്, ഇതാണ് നമ്മുടെ ടോപ്പിക്. ആഡ് ദ റൈറ്റ് സ്പൈസ് ടു യുവർ നെറ്റ്വർക്കിംഗ് ഗെയിമാണ്. ഇതൊരു കളിയാണ്, അല്ലെങ്കിൽ ഇതൊരു കുക്കിംഗ് ക്ലാസ് ആണ്, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. കറക്റ്റ് ആയിട്ടുള്ള സ്പൈസ് അല്ലേ, ആ റൗണ്ടില് ഇമേജ് ഒക്കെ വളരെ കഷ്ടപ്പെട്ടിട്ട് എടുത്തിട്ടോ. ദ റൈറ്റ് സ്പൈസ്, നമ്മുടെ ഏതൊരു നെറ്റ്വർക്കും പെർഫെക്റ്റ് ആയിട്ട് വരണമെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള സ്പൈസസ് വേണം അല്ലെ. ആ ഒരു റൈറ്റ് സ്പൈസ് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. റൈറ്റ്. സോ വാട്ട് ഈസ് നെറ്റ്വർക്ക് മസാല? ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ അമീൻക അഷ്റഫ് എന്നോട് ചോദിച്ചപ്പോ എന്താ സാർ ടോപ്പിക് എന്ന് പറഞ്ഞു. ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് ടോപ്പിക്സ് ഒക്കെ മൈൻഡിൽ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ പോസ്റ്ററിൽ അടിക്കേണ്ടത് നെറ്റ്വർക്ക് മസാല എന്നൊന്ന് കൊടുക്കൂ, നമുക്ക് പിന്നെ നോക്കാം കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങിയത്. പിന്നെയാണ് ഇതിന്റെ വേർഡിങ്സും കാര്യങ്ങളൊക്കെ മെല്ലെ മെല്ലെ ചെയ്ത്. ഇൻഫാക്ട് ഞാൻ അനസ്റ്റിനെയും ടച്ച് ചെയ്തു ഒരു വിഷയത്തിന് വേണ്ടി. പക്ഷെ മൂപ്പരുടെ വേർഡിങ്സും കാര്യങ്ങളും വളരെ വളരെ ഹൈടെക് ആയിരുന്നു. ഏതൊരു നെറ്റ്വർക്കിനെ ഞാൻ കുറച്ച് സിമ്പിൾ ആക്കാം എന്ന് പറഞ്ഞിട്ടാണ് ചില വേർഡിങ്സ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. റൈറ്റ്. സോ വാട്ട് ഈസ് നെറ്റ്വർക്ക് മസാല? നമ്പർ 1, ഫ്ലേവർ എന്ന് പറയണം അല്ലെ. ഒരു റെസിപ്പി നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ ഫ്ലേവർ നന്നായിരിക്കണം, അതിന്റെ പല ഗുണങ്ങളും ഉണ്ടാവണം അല്ലെ. സോ ആ നെറ്റ്വർക്കിലേക്ക് ഇത് കണക്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് എ ഫ്ലേവർഫുൾ മിക്സ് ഓഫ് സ്കിൽ, സ്ട്രാറ്റജി ആൻഡ് സ്റ്റോറീസ് ദാറ്റ് മേക്സ് ഇറസിസ്റ്റബിൾ. റൈറ്റ്. എന്റെ ഫോട്ടോ അവിടെ വന്നിട്ടുണ്ട് ആ വേർഡ്. ദാറ്റ് മേക്സ് നെറ്റ്വർക്കിംഗ് ഇറസിസ്റ്റബിൾ. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു ഇൻഗ്രീഡിയന്റ്. റൈറ്റ്. ഇന്നലെ പറഞ്ഞു ഒരു ബിരിയാണിനെ പറ്റിയിട്ടൊക്കെ നമ്മുടെ തഫ്സി പറയുന്നത്. ഒരു ബിരിയാണി വേണമെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും വേണം അല്ലെ. അതിന്റെ ആ സ്മെല്ല് വളരെ ഉണ്ടാവും. എല്ലാ സ്മെല്ല് നന്നായിട്ട്, നല്ല പുകയുണ്ട്, നല്ല ഇതുണ്ട്, എല്ലാം പറഞ്ഞിട്ട് ഫൈനലി അതിനെ ടേസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ അതിൽ ഉപ്പില്ലെങ്കിൽ വലിയ കാര്യം. ദൂരത്തുനിന്ന് നോക്കുമ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ബിരിയാണി, ഒരു ലെഗ് പീസ് ഇങ്ങനെ നീട്ടി നിൽക്കണോ അവിടുന്ന്. റൈറ്റ്. ഓടിപ്പോയിട്ട് ചാടിപ്പോയിട്ട് അവിടെ പോയിട്ട് ആ ബിരിയാണി കഴിക്കുമ്പോൾ അതിൽ ഉപ്പില്ല, കംപ്ലീറ്റ് ഡിസാസ്റ്റർ അല്ലേ. സോ ഇന്നത്തെ നമ്മുടെ നെറ്റ്വർക്ക് മസാലയിൽ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നല്ല സ്കിൽസ് ഉണ്ടാവണം. ഈ പറഞ്ഞ എന്താ പറയുക, പ്രോസ്പെക്ട്സിനെ കൊണ്ടുവരാനുള്ള സ്കിൽസ്, പ്രസന്റേഷൻ സ്കിൽസ്, ക്ലോസിംഗിന്റെ സ്കിൽസ്, റൈറ്റ്, ഒരു ടീം ബിൽഡ് ചെയ്യാനുള്ള സ്കിൽസ്, ഇതൊക്കെ നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നോക്കുക. ഇതിപ്പോ ഞാൻ ഓരോത്തിന്റെയും ഡെഫിനിഷൻ എങ്ങനെയാണെന്നുള്ളത് പറയാൻ പോണില്ല, ഇതൊക്കെ വേണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. റൈറ്റ്. സോ സ്കിൽസ് വേണം. സ്ട്രാറ്റജീസ്, എക്സലന്റ് സ്ട്രാറ്റജീസോട് കൂടിയിട്ട് നമ്മുടെ കോയിൻഫോ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവിടെ. സക്സസ് സ്റ്റോറീസ് മാത്രം നോക്കിയാൽ മതി. എത്രയോ ആയിരക്കണക്കിലുള്ള ആൾക്കാർക്ക് ഒരു 215 പേരാണ് അന്ന് ആ ഇവന്റിൽ പ്രൈസ് വാങ്ങിയെങ്കിൽ ആ 215 പേരുടെ എന്തൊക്കെയോ സ്കില്ലും സ്ട്രാറ്റജിയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മാത്രമല്ല കഥകൾ എന്ന് പറഞ്ഞാൽ തന്നെ ജുനൈദാണ് അല്ലെ, നമുക്ക് മൈൻഡിൽ വരണ ജുനൈദ. ആ സ്റ്റോറി വെച്ചിട്ടല്ലേ നമ്മൾ ജുനൈദിനെ കണക്ട് ആവണത്. ബിക്കോസ് സ്റ്റോറീസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റോറി എന്ന് പറയുന്നത് എന്താണ്? ഈ അമ്പിളിമാമയുടെ കഥയല്ല ഞാൻ പറയണത്. നമ്മുടെ ലൈഫ്, നമ്മുടെ ജേർണി ഇൻ നെറ്റ്വർക്കിംഗ്, നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ്, ഇതൊക്കെ നമ്മുടെ ഓരോരോ സ്റ്റോറീസ് ആണ്. സ്റ്റോറീസ് പറയണത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അമീനിന് ഒരു സ്റ്റോറി ഉണ്ട്, 48 ലക്ഷം റുപ്യ കടം എന്നുള്ളത് അല്ലെ. എലിയാസ് ബായിക്ക് ഒരു കഥയുണ്ട്, 7ാം ക്ലാസ് ഞാൻ പാസ്സായിട്ടുള്ളൂ എന്നുള്ളത്. ജിനാഫിന് ഒരു കഥയുണ്ട്, ഞാൻ ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആയിരുന്നു എന്ന്. ലിബിഷീന് ഒരു കഥയുണ്ട്, മൂപ്പർ ഒരു LIC-യിൽ ഒരു മാനേജർ ആയിരുന്നു. ഇവരൊക്കെ എവിടുന്ന് എവിടെ എത്തി എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ ഒരു ജേർണിയിൽ എവിടുന്ന് എവിടെ എത്തി, ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. റൈറ്റ്. ആൻഡ് ഇതിൽ മെയിൻ ആയിട്ട് ഇനിയൊരു കാര്യം നമ്മൾ നോക്കേണ്ടത്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് സെല്ലിങ്. വെറും വിൽക്കലല്ല. ഈ പറഞ്ഞ ആൾക്കാർക്ക് എന്താ പറയാ, നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് വെറും വിൽക്കലാണെന്ന് വിചാരിക്കണമെങ്കിൽ അത് തെറ്റാണ്.
ഇറ്റ്സ് അബൌട്ട് ബിൽഡിംഗ് റിലേഷൻഷിപ്സ് വിത്ത് ഫ്ലേവർ. എല്ലാത്തിനെയും കുറച്ചൊന്ന് ആ മസാലയ്ക്ക് ഞാൻ കണക്ട് ചെയ്യാൻ നോക്കുകയാണ്. ഒരു നെറ്റ്വർക്ക് ബിസിനസ് എന്നുള്ളത് റിലേഷൻഷിപ്പിനെ നല്ലൊരു ഫ്ലേവറോട് കൂടി കൊണ്ടുവരണം. റിലേഷൻഷിപ്പ് എന്നുള്ള പേരിൽ എത്രയോ പേര് ഇവിടെ ഉണ്ട്, റൈറ്റ്? എന്റെ കൂടെ ഇയാൾ 2 കൊല്ലമുണ്ട്, ആ ആൾ എൻ്റെ 10 കൊല്ലമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്? അവിടെ ഒരു നല്ലൊരു സുഗന്ധം ഉണ്ടോ? നല്ലൊരു വാല്യൂ ഉണ്ടോ? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞാൽ ചില ഗ്രൂപ്പ്സിനെ നമ്മൾ കണ്ടാൽ മനസ്സിലാക്കാം, ഇവർ എപ്പോഴും ടുഗദർ ആയിരിക്കും. ജീവിതത്തിന്റെ കഷ്ടങ്ങളും നഷ്ടങ്ങളും സന്തോഷങ്ങളും എല്ലാം ദേ വിൽ ബി ടുഗദർ. സോ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ നോക്കുക. നെറ്റ്വർക്കിൽ ഒരു ടീം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ, ഞാൻ ആരുടെയും ഇല്ല എന്നല്ല പറയുന്നത്. ബട്ട് ആദ്യം വന്നവർക്കൊക്കെ ഇതൊരു ടിപ്പാണ്. റിലേഷൻഷിപ്സ് ഡെവലപ്പ് ചെയ്യുക. അത് അപ്ലൈൻ്റെ കൂടെ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ടീം താഴെയുള്ള ആൾക്കാരുടെ ആവാം, ആരുടെ ആയിക്കോട്ടെ. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇത് വളരെ ഫ്ലേവർഫുൾ ആയിട്ട് ആക്കാനുള്ളതാണ് നിങ്ങളുടെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ആയിരിക്കുന്നത്, റൈറ്റ്? സോ ആ മസാലകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓരോന്നിനും നിങ്ങൾ ഓരോ പേര് കൊടുത്തോളൂ. ഒന്ന് പ്രസന്റേഷന്റെ പാത്രമായിരിക്കാം, അല്ലെങ്കിൽ ആ സ്പൂണായിരിക്കാം. എല്ലാത്തിനും ഓരോരോ പേര് കൊടുത്താൽ കറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഡിഷ് റെഡിയാവും. ഓക്കെ, നെക്സ്റ്റ്. ഇൻഗ്രീഡിയൻസ് ഫോർ സക്സസ്. ഇതൊക്കെ ആയിരിക്കില്ല നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യണത്. ലേഡീസിനാണ് ഞാൻ ചോദിക്കുന്നത്. ഇതൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും തോന്നുന്നു. ഞാൻ ഈ ഒരു ഇമേജ് കണ്ടപ്പോൾ ഐ വാസ് വെരി വെരി ഫാസിനേറ്റഡ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വൈഫ് കിച്ചണിൽ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ നോക്കും. ഇതൊക്കെ അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ചെയ്തത്. ഇന്നലെ ഞാനാണ് വീട്ടിൽ ചിക്കൻ ഉണ്ടാക്കി കേട്ടോ. അത് ഞാൻ 1-2 പേരോട് ഷെയർ ചെയ്തു. സോ ഇതൊക്കെയാണ് നമ്മൾ നോർമലി ടച്ച് ചെയ്യണമെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. ഇതിൽ 1-2 കാര്യങ്ങൾ ഞാൻ ടച്ച് ചെയ്യാറില്ല, ബട്ട് മോസ്റ്റ് ഓഫ് ഇറ്റ് യെസ്. സോ ഇൻഗ്രീഡിയൻസ് ഫോർ സക്സസ്. ശരിക്കും ഈ ഒരു നെറ്റ്വർക്കിൽ നമ്മൾ സക്സീഡ് ചെയ്യണമെങ്കിൽ അതിനും ചില ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട്, അല്ലെ? വെറും കാര്യങ്ങളല്ല, വെരി വെരി ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. നമ്പർ 1, കോൺഫിഡൻസ്. ഈ കളറിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ കളറിനെ വേറെ ഒരു വൈറ്റ് കളറിൽ കൊടുത്തിരിക്കുകയാണ്. കാണുന്നുണ്ടോ അത്? കോൺഫിഡൻസ്, ബിലീവ് ഇൻ യുവർ പ്രോഡക്റ്റ് ആൻഡ് യുവർ സെൽഫ് എന്നുള്ളത് കാണുന്നുണ്ട് അല്ലേ? ഓക്കെ. ഏതൊരു ബിസിനസ് ചെയ്യണമെങ്കിലും ഈ പറഞ്ഞ മാതിരി ഡൗട്ട് എന്നുള്ളത് ഒരു കില്ലർ ആണെന്ന് പറഞ്ഞു അല്ലെ? ഡൗട്ടിന്റെ ഓപ്പോസിറ്റ് എന്താണ്? കോൺഫിഡൻസ്. നമ്മൾ എന്ത് ചെയ്യണോ, ബിലീഫ്, കോൺഫിഡൻസ്, ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണമെങ്കിലും ഞാൻ പറയില്ല, കോയിൻ ഫോർജ് ചെയ്യുമ്പോൾ വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ, ഇത് മാത്രം ചെയ്താൽ മതി. കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റിൽ മാത്രമല്ല, നമ്മളെ മേളിലും ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം. ബിലീവ് ഇൻ യുവർ പ്രോഡക്റ്റ് ആൻഡ് യുവർ സെൽഫ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് പഠിച്ചു കഴിഞ്ഞാൽ, കോയിൻ ഫോർജിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അപ്ലൈൻ ആവശ്യമില്ല. അവരൊക്കെ വേറെ നല്ല കാര്യത്തിനാണ് ഞാൻ യൂസ് ചെയ്യേണ്ടത്. കുറെ കൂടി ഡെവലപ്മെന്റ്, എൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ടീം ഡെവലപ്മെന്റ്, അതിനൊക്കെ ആയിരിക്കണം. അല്ലാണ്ട് ഓരോ പ്രാവശ്യവും പ്രസന്റേഷന് വേണ്ടിയിട്ട് എൻ്റെ അപ്ലൈനെ പോയി വിളിച്ചാൽ ആ പറഞ്ഞ കോൺഫിഡൻസ് ശരിക്കും പറഞ്ഞാൽ 100% അല്ല എന്നാണ് ഞാൻ പറയും. എത്ര കാലം അവർക്ക് വന്നുകൊണ്ടിരിക്കാൻ പറ്റും, റൈറ്റ്? സോ ആ കോൺഫിഡൻസ് ബിൽഡിംഗ് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബോത്ത് പ്രോഡക്റ്റ് ആൻഡ് യുവർ സെൽഫ്. രണ്ടാമത്തത് കൺസിസ്റ്റൻസി. എത്രയോ ആൾക്കാർ വന്നു, എത്രയോ ആൾക്കാർ പോയി. ആ പോയ ആൾക്കാരെന്ന് ദുഃഖിക്കുന്നുണ്ട് എന്നുള്ളതിന് ഒരു സംശയം വേണ്ട. എന്താ വെച്ചാൽ അതിലത്തെ കുറച്ച് ആൾക്കാർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൺസിസ്റ്റൻസിன்றது റെഗുലർ എൻഗേജ്മെന്റ് കീപ്സ് യുവർ നെറ്റ്വർക്ക് വാം. ഈ വാം എന്നുള്ള വേർഡ് ഞാൻ ഒരു റെസിപ്പി ആയിട്ടാണ് കണക്ട് ചെയ്തത്. നമ്മുടെ ഫുഡ് എപ്പോഴും ഒരു വാം ആയിട്ടോ ഹോട്ട് ആയിട്ടോ ഇരുന്നാൽ എപ്പോഴും നല്ലതാണ് അല്ലെ? തണുത്തു പോയ ഒരു ഫുഡ് നമുക്ക് ഇഷ്ടമാണോ? ഒന്ന് ചൂടാക്കില്ലേ, ഒന്ന് വാം ആക്കിയിട്ട് വെക്കില്ലേ? അങ്ങനെയാണ് ഈ പറഞ്ഞ കൺസിസ്റ്റൻസി എന്നുള്ളത്. എപ്പോഴും നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ഫുൾ ഓൺ ആയിരിക്കണം. അങ്ങനെ തണുത്ത് പോണ ആൾക്കാരുണ്ട്. മൺഡേ, ട്യൂസ്ഡേ, വെഡ്നസ്ഡേ മോർണിംഗ് സൂം അറ്റൻഡ് ചെയ്യും. തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഹോളിഡേ. അവരെന്നെ ഡിക്ലെയർ ചെയ്യണം, നാളെ ഞാൻ രാവിലെ എണീക്കും ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ എണീച്ചിരിക്കണം. എല്ലാവർക്കും ഇവിടെ ഇരിക്കണം, എല്ലാവർക്കും ഇറ്റ് ഇസ് നോട്ട് ഈസി. അതൊരു വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ആദ്യ ദിവസം വന്ന് ഇരുന്നതെന്ന് പറഞ്ഞാൽ അത് മേ ബി റൈറ്റ്, മേ ബി റോങ്, കൂടുതലും റോങ് ആണ്. പിന്നെ 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 കണ്ട് അത് ഒരു ഹാബിറ്റായി മാറി. ഈ മോർണിംഗ് 6:30 മണിക്ക് ഇന്നൊരു ഫാസ്റ്റ് ട്രാക്ക് മീറ്റിംഗ് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരുടെ ലൈഫ് സ്റ്റൈലും അറിയാം അല്ലേ? എടുത്തു പറയുന്നില്ല ഓരോരുത്തരെയും. പക്ഷെ അവരുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ 6:30 മണി എണീറ്റിട്ട് നെറ്റ്വർക്ക് ചെയ്യണതല്ലായിരുന്നു. കാരണം അവരൊക്കെ നൈറ്റിൽ കൂടുതലും സ്പെൻഡ് ചെയ്യുന്ന ടൈമായിരുന്നു. അത് അമീൻകാവട്ടെ, ഇലിയാസ്കാവട്ടെ, മോസ്റ്റ് ഓഫ് ദ ലീഡേഴ്സ്
രാത്രി 1 മണിയും 2 മണിയും 3 മണിയൊക്കെയാണ് ഒരു വർക്ക് കഴിഞ്ഞത്. പിന്നെ ആലോചിക്കും ആരാണ് 1 മണിക്കും 2 മണിക്കും ആരെങ്കിലും പ്രോസ്പെക്ട് വന്ന് ഇരിക്കുമെന്ന്. അപ്പൊ അവിടെ പ്രോസ്പെക്ടിന്റെ കൂടെ എല്ലാവരും ഇരിക്കണം, ടീമിന്റെ കൂടെയാണ്. കണ്ണൂരിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അവിടുന്ന് ഡ്രൈവ് ചെയ്തിട്ട് അവര് ഗുരുവായൂർക്കോ പൊന്നാനിക്കോ വരണം. ആ സമയത്ത് ആ ടൈം കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ ഉറക്കം കഴിഞ്ഞിട്ട് അവർ എണീക്കണമെങ്കിൽ ഇറ്റ്സ് ടഫ്. ബിക്കോസ് ഏതൊരു ഹെൽത്തി പേഴ്സണും നല്ല ഗുഡ് സ്ലീപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഇപ്പോ ആ സ്ലീപ്പിനെയും കടന്ന് എത്ര ലേറ്റ് ആയിട്ട് വന്നാലും ആ 6:30 എന്നുള്ളത് ഒരു ഹാബിറ്റായി മാറി. ഫാസ്റ്റ് ട്രാക്ക് മെമ്പേഴ്സ് മീറ്റ് ചെയ്യും എന്നുള്ളത്. ഇന്ന് ഫാസ്റ്റ് ട്രാക്ക് മെമ്പേഴ്സ് ട്രാവലിംഗിലായിരിക്കാം, കുറച്ച് പേരുണ്ടാവും, കുറച്ച് പേരുണ്ടാവില്ലായിരിക്കാം. ബട്ട് ദാറ്റ്സ് ഓക്കെ, റൈറ്റ്? എനിക്കാണ് ആ പേഴ്സണൽ ഫീലിംഗ് ഉണ്ടാവേണ്ടത്. അയ്യോ അവരില്ലാലോ, എനിക്ക് എലിയാസ് എൻ്റെ ഒരു ഇത് കണ്ടാൽ ഉണ്ടാവണം എനിക്കറിയില്ല കേട്ടോ, ബട്ട് ഫീലിംഗ് ഉണ്ടാവും. ഞാൻ അടുത്ത വഴിയെ കണ്ടത്, ഞാൻ ലിബിഷനെ കണ്ടു, ഫെറോസിനെ കണ്ടു. ഇതൊക്കെ നല്ല ഹാപ്പി ഫീലിംഗ് ആണ്. നമ്മുടെ ആൾക്കാർ അവിടെ ഇരുന്ന് കാണുമ്പോൾ ഇറ്റ്സ് എ ഹാപ്പി ഫീലിംഗ്. ജെമൈമ റോഡ്രിഗസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു സെമി ഫൈനൽ മാച്ചില് വുമൻസ് ക്രിക്കറ്റ് ഇതില് 127 റണ്ണ അടിച്ചു അവളെ ഒരു സമയത്ത് തള്ളിക്കളഞ്ഞു. ഡ്രോപ്പ് ഔട്ട് ആയിരുന്നു അവള്. നീ ടീമിലൊന്നും ശരിയല്ല എന്നും പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. ആങ്സൈറ്റി എന്നുള്ള ഒരു വിഷയം, ദാറ്റ് ഇസ് ഡിപ്രഷൻ, ഭയങ്കരമായിട്ട് ഈ കഴിഞ്ഞ 1 മാസം ഉണ്ടായിരുന്നത്. എന്നും രാത്രി എണീറ്റ് അമ്മയെ ഫോൺ ചെയ്തിട്ട് കരയായിരുന്നു അത്ര കുട്ടി. ഞാൻ എന്താ അങ്ങനെ ആവണം, എങ്ങനെയെങ്കിലും ആ ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ആ ദൈവവിശ്വാസമൊക്കെ ആയിട്ട് അങ്ങനെ കളിച്ചു. സെൻസേഷനായി. നമ്മുടെ ഏത് സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്താലും ആ കുട്ടിയുടെ ഇതായിരുന്നു. വെറും 10, 24, 25 വയസ്സായിട്ടുള്ളൂ. ബട്ട് ഇന്നൊരു വേൾഡ് നോൺ ഫിഗറായി മാറി, റൈറ്റ്? സോ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കൺസിസ്റ്റൻസി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഓക്കെ, ടൈം ഒന്ന് നോക്കിക്കോട്ടെ. ഓക്കെ, ഞാനത് റൺ ചെയ്യാൻ പോകണം. സോ കമ്മ്യൂണിക്കേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. വിത്തൗട്ട് കമ്മ്യൂണിക്കേഷൻ ഒരു നെറ്റ്വർക്ക് നടക്കണം ചാൻസേ ഇല്ല. നമ്മുടെ തമിഴിൽ പറയുന്ന മാതിരി വായ്പേ ഇല്ല രാജ, കമ്മ്യൂണിക്കേഷൻ ഇല്ലണ്ട വായ്പേ ഇല്ല, ഒരു രക്ഷയില്ല. നമ്മുടെ 2-വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. അതിലൊരു നല്ലൊരു അവസരമാണ് ഈ പറഞ്ഞ ഫീഡ്ബാക്ക് എന്നുള്ളത്. ആരും പഴയ ആൾക്കാരെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല, പുതിയ ആൾക്കാരെയാണ് എക്സ്പെക്ട് ചെയ്യണത്. അവിടെ ഒരു ഫീഡ്ബാക്ക് ടൈം എന്ന് പറയുമ്പോൾ ആരും വരാത്തപ്പോ നമ്മുടെ ചില ആൾക്കാർ വരണ കാണാം, റെഗുലർ ആയിട്ട് വരുന്ന ആൾക്കാർ കാണാം, ലൗജി വരണ കാണാം, സുഭാഷ് വരണ കാണാം. ആരും വരാത്തോണ്ട് ഞാൻ വന്നിരിക്കുകയാണെന്നും പറഞ്ഞിട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഹസൻ സാർ വരണ കാണാം. അവരുടെ സ്റ്റാർട്ടിങ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ആരും വരാത്തോണ്ട് ഞാൻ വന്നു എന്നുള്ളത്. ഒന്ന്, അത് പറയേണ്ട ആവശ്യമില്ല. അത് ഞാൻ ഒരു റിക്വസ്റ്റ് ആണ്. ആരും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയി നിൽക്കുക. ബിക്കോസ് ഒന്ന് മനസ്സിലാക്കണം, ഈ മീറ്റിംഗിൽ ആദ്യമായിട്ട് ഈ പറഞ്ഞ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. ഇന്നലെ സൈനപ്പ് ചെയ്ത ആള് ഇന്നാണ് അയാൾ വന്ന് കാണുന്നത്. സോ ഫീഡ്ബാക്കിൽ ആരും വരാത്തോണ്ട് ഞാൻ വരികയാണെന്ന് പറയുമ്പോൾ അവരുടെ ഫീലിംഗ് എന്തായിരിക്കും? അപ്പോൾ ആ പറഞ്ഞ സ്പീക്കറിനെ റെസ്പെക്ട് ഇല്ല എന്നാണോ, ബിസിനസ്സിലെ റെസ്പെക്ട് ഇല്ല എന്നാണോ, ഐ ഡോണ്ട് നോ വാട്ട്. അത് അങ്ങനത്തെ ഒരു ഫീലിംഗ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ ആരും വന്നിട്ടില്ലെങ്കിൽ വളരെ നല്ല കാര്യം, നിങ്ങൾ ഉള്ളിലേക്ക് വരിക, ഫീഡ്ബാക്ക് കൊടുക്കുക, ദാറ്റ്സ് ഫൈൻ, അത് മതി, റൈറ്റ്? ഞാൻ തെറ്റാണെങ്കിൽ പറയുകയാണെങ്കിൽ സോറി. പിന്നെ കണ്ടന്റ്, നമ്മൾ എന്തൊരു വിഷയമാണെങ്കിലും ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നതാണ് ഈ കണ്ടന്റ്, അല്ലെ? ഒരു ബിരിയാണി വേണമെങ്കിൽ ഇതൊക്കെ വേണം. അപ്പോ ആ കണ്ടന്റ് എന്നുള്ളത് വളരെ വളരെ സ്ട്രോങ് ആയിരിക്കണം എന്ന് മാത്രമല്ല, ഷെയർ വാല്യൂ ഡ്രിവൻ സ്റ്റോറീസ്. നല്ല വെറും കഥകൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. വെറും വലിയ എന്തെങ്കിലും ഒരു കഥയൊക്കെയല്ലോ. ഞാൻ പറഞ്ഞില്ല, ഒരു അമ്പിളിമാമയുടെ കഥ അതല്ല. കണക്റ്റഡ് ടു യുവർ നെറ്റ്വർക്ക്. നിങ്ങളുടെ നെറ്റ്വർക്ക്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, നിങ്ങളുടെ കോയിൻ ഫോർജ് ഓർ നമ്മുടെ കോയിൻ ഫോർജ് ഓട് കൂടിയിട്ട് കണക്ട് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ അത് കുറേ കൂടി ഒരു ഫ്ലേവർ ഉണ്ടാവും. നോട്ട് സെയിൽസ് പിച്ചസ്. വെറും ഒരാളെ ഇപ്പൊ ആൾക്കാർ വളരെ ഇന്റലിജന്റ് ആയി, ഈ ആള് വരണത് എന്നെ കൈക്കലാക്കാനാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പൊ ഇൻഷുറൻസ് ആരെങ്കിലും ചെയ്യണ്ടെങ്കിൽ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണം. നാട്ടിലൊക്കെ ഈ കുഗ്രാമത്തിലൊക്കെ ഉള്ളിൽ പോകുമ്പോൾ LIC ഏജന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടാൽ തന്നെ അറിയാം, അല്ലെ? അപ്പൊ അവര് വരുമ്പോ തന്നെ ഇങ്ങോട്ട് ഓടണം, ബാക്ക് സൈഡിൽ കൂടി ഓടുന്ന ആൾക്കാരുണ്ട്. സോ അങ്ങനത്തെ ഒരു സെയിൽസ് പിച്ച്, അത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ആൾക്കാർക്ക് വെറും സെയിൽസിന് വേണ്ടി വരണവരാണ്. അല്ലാണ്ട് ബെനിഫിറ്റ്സ് ഓഫ് ഇൻഷുറൻസ് എന്ന് വെച്ചാൽ, ഇൻഷുറൻസ് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവർക്കും ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഇപ്പൊ എടുക്കൂ. ആ ഇൻഷുറൻസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ചില ആൾക്കാര് ആ ഒരാളെ ഞാൻ കൊണ്ടുവന്നാൽ എനിക്ക് ഇത്ര കമ്മീഷൻ ഉണ്ടെന്ന് ഉള്ള ആ ഒരു മൈൻഡിലാണ് പോണത്. അത് ഇവിടെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, അത് വായിക്കാൻ അവിടെ ആൾക്കാർ ഇപ്പൊ മനസ്സിലാക്കി. സോ അങ്ങനെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടാണ് നമ്മുടെ കണ്ടന്റിനെ ഷെയർ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ കെയർ ചെയ്യണ എത്രയോ ആൾക്കാരുണ്ട് ഇവിടെ, അല്ലെ? ഒരു ടീമിനെ നോക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. ശരിക്കും കുട്ടികളെ നോക്കണ മാതിരിയാണ് അത്.
ഒരു അപ്ലൈൻ അവരുടെ ടീമിനെ നോക്കുന്നത് വളരെ ജെന്യുവൻ ആയിരിക്കണം. വെറും ട്രാൻസാക്ഷൻസിന് മാത്രമായിരിക്കില്ല. ഒരു ഫോൺ കോളില് എത്ര സൈനപ്പ് ചെയ്തു, എത്ര, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പേരാണ്, എത്ര പേരെയാണ് നമ്മൾ കണ്ടത്, എന്താ ഒന്നുമില്ലേ, ഇന്ന് എന്തായാലും ഒരു 2-6 സ്ലോട്ട് ചെയ്യണം, റൈറ്റ്, ഈ കോൺടെസ്റ്റ് ജയിച്ചേ വിട്ടു $5000. അങ്ങനെയൊക്കെയാണ് ഒരു ഇത്. നീ അത് ചെയ്താലേ എനിക്കൊന്നും പോകാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞ മാതിരിയുള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക, റൈറ്റ്. സോ ബിൽഡ് ജെന്യുവൻ കണക്ഷൻസ്. പിന്നെ റെസിപ്പി അല്ലേ, ഈ പറഞ്ഞ കസ്റ്റേർഡ് ഉണ്ടാക്കാനുള്ള റെസിപ്പി എന്താ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ പറയും ആൾക്കാർ. ബിരിയാണി ഉണ്ടാക്കാൻ എന്താണെന്ന് പറഞ്ഞാൽ ആൾക്കാർ കുറച്ച് കാര്യങ്ങൾ പറയും. സോ എല്ലാത്തിനും ഒരു റെസിപ്പി ഉണ്ട് അല്ലേ. സോ അതില് 5 C's ഓഫ് നെറ്റ്വർക്കിംഗ്. നെറ്റ്വർക്കിംഗിൽ വേണ്ട ചില കാര്യങ്ങൾ. നമ്പർ 1, കണക്ട്. എന്ത് കണക്ട് നമ്മൾ ചെയ്താലും വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള കണക്ട് ആയിരിക്കണം ഫ്രണ്ട്സ്. മീനിങ് ഫുൾ ഉണ്ടെങ്കിൽ, മീനിങ് ഫുൾ എന്ന് പറഞ്ഞാൽ അർത്ഥമുള്ളതായിരിക്കണം. നമ്മൾ ഒരാളുടെ അടുത്ത് കണക്ട് ആവുമ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞ മാതിരി വെറും പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ആ ഒരു ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് മാത്രമല്ല, അയാളെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അയാളുടെ ലൈഫ് സ്റ്റൈലിനെ മാറ്റാൻ പറ്റിയാൽ എത്ര പേരാണെന്ന് നമ്മുടെ എംപവർ കമ്മ്യൂണിറ്റിയിൽ അമീനെ പറ്റിയിട്ടും അലിയാസിനെ പറ്റിയിട്ടും അസീമിനെ പറ്റിയിട്ടും ലിവിഷിനെ പറ്റിയൊക്കെ പറഞ്ഞത് എപ്പോഴും എടുത്ത് പറയണ്ടല്ലോ. കാരണം എന്താ വെച്ചാൽ അവരുടെ കണക്ഷൻസ് എല്ലാം വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള കണക്ഷൻസ് ആയിരുന്നുണ്ട്. അവരുടെ ഒറ്റ നോക്കം അവരും ഗ്രോ ചെയ്യണം, മറ്റുള്ളവരും ഗ്രോ ചെയ്യണം എന്ന്, റൈറ്റ്. നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ കൺവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയലോഗ്, നമ്മുടെ അവരുടെ അടുത്തുള്ള സംസാരം എപ്പോഴും ലൈവ് ആയിരിക്കണം. രാവിലെ 8 മണിക്ക് ഡെയിലി ഞാൻ വിളിക്കും എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ 4 പേരോട്, ഞാൻ എൻ്റെ നെറ്റ്വർക്ക് ആൾക്കാരോട് എല്ലാവരും 8 മണിക്ക് ഞാൻ വിളിക്കും എന്ന് പറഞ്ഞിട്ട്, അതല്ല ഒരു വിളി. ഒരു എന്താ പറയുക, ഒരു കസ്റ്റമായിട്ട് എന്താ പറയുക, കടന്നുളയ്ക്കാനായിട്ട് നമ്മളൊരു വിളിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. വളരെ അലൈവായിട്ട്, വളരെ നല്ല കാര്യങ്ങളായിട്ട്. ഇപ്പൊ കോയിൻ ഫോർജിനെ പറ്റിയിട്ട് നമ്മളൊരു 50% സംസാരിക്കുകയാണെങ്കിൽ 50% അവരുടെ ഫാമിലി, അവരുടെ നല്ല കാര്യങ്ങൾ, അവരുടെ കഷ്ടങ്ങൾ, അവരുടെ ഇതൊക്കെ പറഞ്ഞിട്ട് അതിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അഡ്രസ് ചെയ്തിട്ട് അവരുടെ ഓരോരോ കാര്യങ്ങളും ലൈഫിൽ തീർത്തു കൊടുക്കണം. ഇന്നലെ ഞാൻ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇത് കേട്ടു. ഒരു കുട്ടിക്ക് പാദസരം വാങ്ങി എന്നും പറഞ്ഞിട്ട് തഫ്സയ്ക്ക് ഒരു മാഡം വയനാട്ടിലായിരുന്നു കൊണ്ട് അവര് ഒരു താങ്കിങ് മെസ്സേജ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പൊ പറയുമ്പോൾ കൂടെ കുറച്ച് എമോഷണൽ ആണ്. ദാറ്റ് ഈസ് അവരുടെ ലൈഫിൽ, ജീവിതത്തിൽ ഇത്രയും ഒരു നല്ലൊരു കോൺസെപ്റ്റ് തന്നിട്ട് അവരുടെ ഒരു ഡ്രീം ആയിട്ടുള്ള ഒരു പാദസ്വരം, സിൽവർ ആങ്ക്ലെറ്റ്സ് ആ കുട്ടിക്ക് കൊടുക്കാൻ പറ്റി എന്ന് പറഞ്ഞിട്ട് അതിനെ അങ്ങോട്ട് പറയുമ്പോൾ 4 പേര് കേൾക്കുമ്പോൾ ദാറ്റ് ഈസ് എ സ്റ്റോറി. അതൊരു സ്റ്റോറിയാണ്. അത് എത്രയോ പേരെ അങ്ങോട്ടും ഒന്ന് ഷേക്ക് ചെയ്ത് വിടും. സോ നമ്മുടെ ആ ഡയലോഗും കളക്ഷൻസും അലൈവ് ആയതുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ നടന്നിട്ടുണ്ടാവുക. കൊളാബറേറ്റ് എന്ന് പറഞ്ഞാൽ 2 പേരും കൂടി ചേർന്ന് നിൽക്കുക. ഗ്രോ ടുഗെദർ. ഞാൻ മാത്രം ഗ്രോ ചെയ്യാം, എൻ്റെ ആൾക്കാരൊക്കെ അവിടെ തന്നെ നിൽക്കട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ താഴെ പോട്ടെ എന്നല്ല ഇരിക്കേണ്ടത്. എനിക്ക് 2 പേരെ കിട്ടി, അവര് വർക്ക് ചെയ്യുമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് അവൻ വർക്ക് ചെയ്യില്ല, അവനെ വിടട്ടെ, 3ാമത്തെ ആളെ നോക്കട്ടെ, 4ാമത്തെ ആളെ നോക്കട്ടെ പറഞ്ഞ് നമ്മളിങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടാണ് നമ്മുടെ തോട്ട് പ്രോസസ് വെച്ചാൽ നമ്മുടെ ഗ്രോത്ത് ടുഗെദർ ആയിരിക്കില്ല. നാളെ പറയും, നിങ്ങളുടെ തന്നെ ആൾക്കാർ പറയും, ഞാൻ കാരണമാണ് അവൻ അവിടെ ഉള്ളത്, ഞാൻ കാരണമാണ് അവൾ അവിടെ ഉള്ളത് എന്ന് പറയാനുള്ള സാധ്യതകൾ കൂടുതലാണ്, റൈറ്റ്. സോ കൊളാബറേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെലിബ്രേറ്റ്, അത് എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിവ്. നിങ്ങളുടെ ടീം നല്ലോണം ജയിച്ചാൽ സെലിബ്രേറ്റ് അല്ലെ, നല്ല നല്ല കാര്യങ്ങൾ. ഈ പറഞ്ഞ ബോണ്ടിങ്ങിലാണ്. ഞാൻ ഇന്നാള് നമ്മുടെ അഷ്റഫ്ക്കയുടെ ബർത്ത്ഡേ കണ്ട് എത്ര വീട്ടിൽ പോയിട്ടാണ് അന്ന് കേക്ക് മൂപ്പര് കഴിച്ചതെന്ന് എനിക്കറിയില്ല. ബീച്ചിൽ കഴിക്കണ കാണാം, ഏതൊരു ഹോസ്പിറ്റാലിറ്റി അവിടെ സ്ഥലത്ത് കണ്ടു, പിന്നെ ഏതൊരു വീട്ടിൻ്റെ സ്ഥലത്ത് പോയിട്ട് കണ്ടു. ഇന്നിപ്പോ പോയിട്ട് കൊളസ്ട്രോൾ ചെക്ക് ചെയ്താൽ എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല, റൈറ്റ്. അത്രയും ബോണ്ടിങ് ഉള്ളതുകൊണ്ടാണ്, അത്രയും റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തതുകൊണ്ടാണ് അത്രയും ഒരു ഇതുണ്ടായിരുന്നത്. സെലിബ്രേഷൻ ടൈം ആയിരുന്നു അത് അല്ലെ. നമ്മുടെ അച്ചീവേഴ്സ് നൈറ്റ് എന്നുള്ളത്, അച്ചീവേഴ്സ് അന്ന് ഒരു ഫുൾ ഡേ ഉണ്ടായിരുന്നത്, ഇറ്റ് വാസ് എ സെലിബ്രേഷൻ. എത്ര പേര് അവരുടെ ആ സ്റ്റേജിൽ ഉണ്ടായിരുന്ന ഫോട്ടോനെ അവരുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും പ്രോസ്പെക്ട്സിനും സ്റ്റാറ്റസിലും സോഷ്യൽ മീഡിയയിലും വെച്ചിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കും. എവിടെ നോക്കിയാലും എല്ലാവരുടെയും ഉണ്ടായിരുന്നു. സോ അതൊരു അപ്രീസിയേഷൻ ആണ്, എപ്പോഴും അത് ഉണ്ടാവണം. അതൊരു ചെറിയൊരു പെന്നാവട്ടെ, അതൊരു ചെറിയൊരു മൊമെന്റോ ആവട്ടെ, എന്താണെങ്കിലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ആവശ്യമാണ്. സോ ഇങ്ങനെ നമുക്ക് ഒരു 5 റെസിപ്പി എന്ന് പറയുന്നത്, ലാസ്റ്റ് വൺ ഇസ് കൺവേർട്ട്. നമ്മുടെ എല്ലാ റിലേഷൻഷിപ്സിനെയും അത് റിസൾട്ടിലേക്ക് മാറ്റണം. നമുക്ക് വേണ്ടിയിട്ടുള്ള റിസൾട്ടും അതെ, അവർക്ക് വേണ്ടിയിട്ടുള്ള റിസൾട്ടും അതെ. ഇത് രണ്ടും നന്നായിട്ട് നടക്കണം. കൺവേർഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. വെറും പ്രോസ്പെക്റ്റിനെ
സൈൻ അപ്പ് ചെയ്യണതല്ല കൺവേർഷൻ. റിലേഷൻഷിപ്സിനെയും ഒരു നല്ലൊരു റിസൾട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ് പ്രോപ്പർ കൺവേർഷൻ. സോ ഇതാണ് നമ്മുടെ എന്റെ തോട്ടില് ഒരു 5 റെസിപ്പി ഫോർ മേക്കിംഗ് എ ഗുഡ് നെറ്റ്വർക്ക്. സോ സ്പൈസിങ് അപ്പ് യുവർ സ്ട്രാറ്റജി. നമ്മുടെ സ്ട്രാറ്റജിനെ ഒന്ന് സ്പൈസ് അപ്പ് ചെയ്യണമെങ്കിൽ, കുറച്ചും കൂടി ഒരു മസാല ആഡ് ചെയ്യണമെങ്കിൽ, അവിടെ കണ്ടില്ലേ ലെഫ്റ്റ് സൈഡിൽ കുറെ സ്പൂണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ വേറൊന്നുമല്ല, യൂസ് സോഷ്യൽ മീഡിയ സ്മാർട്ട്ലി. ഞാൻ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഒരു പാർട്ടാണ് അത് ഞാൻ ഇമ്പ്രൂവ് ചെയ്യണം. സ്റ്റേ ഒത്തന്റിക് ആൻഡ് ആക്റ്റീവ് എന്ന് വെച്ചാൽ ഇന്നത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് അതാണ്. ആക്റ്റീവ് ആയിട്ട് ഇരിക്കുക, ഒത്തന്റിക് ആയിട്ട് ഇരിക്കുക. ഒന്നും കണ്ണി കണ്ടതൊന്നും ഇതെന്താ ചെയ്യരുത്. ബിക്കോസ് അവിടെ നമ്മുടെ എന്താ പറയാ, ആൾക്കാർ പറയാറുണ്ട്, തഫ്സി തന്നെ പറയാറ്, ഈ സോഷ്യൽ മീഡിയ ഞാൻ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഞരമ്പ് രോഗികളുണ്ട്. ഞാൻ മെല്ലെ പറയണം, ബിക്കോസ് ഞാൻ തെറ്റും. കുറെ ഞരമ്പ് രോഗികളുണ്ട്. അവരെയൊക്കെ നമ്മൾ തട്ടിക്കളഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം നമ്മൾ നോക്കി പോകണം എന്നുള്ളത്. സോ യൂസ് സോഷ്യൽ മീഡിയ സ്മാർട്ട്ലി. വളരെ ഒത്തന്റിക് ആയിരിക്കണം, വളരെ ആക്റ്റീവ് ആയിരിക്കണം നിങ്ങൾ. പിന്നെ പോസ്റ്റ് വാല്യൂ ബേസ്ഡ് ഇവന്റ്സ്, അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെ. വെബിനാർ എന്നുള്ളത് ഈ സൂം എന്ന് വേണമെങ്കിൽ പറയാം. മീറ്റപ്സ് റെഗുലർ ആയിട്ട് നമ്മൾ മീറ്റ് ചെയ്യണത്, അത് വെൽക്കം മീറ്റിംഗ് ആവട്ടെ, 1 ഡേ ആവട്ടെ, 2 ഡേ ആവട്ടെ, ഇതൊക്കെ ട്രെയിനിങ്സ് ഒക്കെ ഇന്നലെ പറഞ്ഞ മാതിരി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. Q&A സെഷൻസ്, അത് നമ്മുടെ അസീം ജിയുടെയും ഫെറോസ് ജിയുടെയും കൂടെ നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവര് നമുക്ക് ചെയ്യുന്ന മാതിരി നിങ്ങൾ നിങ്ങളുടെ ടീമിന് കൊണ്ടുവരണം. ബിക്കോസ് ഇന്നിപ്പോ ഒരു 300 പേരോ 200 പേരോ എത്ര പേരോ ഉള്ളത് ഇപ്പോൾ എനിക്കറിയില്ല, 300 പേര്. ഈ ആൾക്കാരല്ല നമ്മുടെ നമ്പർ. ഇനിയും എത്രയോ ആൾക്കാർ പുറത്തുണ്ട്. ഇന്ന് സൂം അറ്റൻഡ് ചെയ്യാത്ത എത്ര പേരുണ്ട് അല്ലെ. സോ അവിടെ നോക്കുമ്പോൾ ഈ പറഞ്ഞ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തോണ്ടേയിരുന്ന അത് നന്നായിരിക്കും. പിന്നെ ഒരു പൊടിക്ക് അല്ലെ, നമ്മുടെ മസാലയൊക്കെ ഇടുമ്പോൾ ചെറുതായിട്ട് ഒരു പൊടിക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യും. ആഡ് എ ഡാഷ് ഓഫ് പേഴ്സണൽ ബ്രാൻഡിങ്, മേക്ക് പീപ്പിൾ റിമെമ്പർ യു. നമ്മുടെ ബ്രാൻഡിങ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്നലെ ഒരു വളരെ നല്ലൊരു കാര്യമാണ് അമീൻജി പറഞ്ഞത്, ഈ ഷർട്ടിന്റെ കാര്യവും നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ കാര്യവും ഒക്കെ. നമ്മൾ ഒരാൾ അവിടുന്ന് പോകുമ്പോൾ ലിബീഷി പറയാറുണ്ട് അല്ലെ, നമ്മുടെ ചില കാര്യങ്ങൾ കണ്ടാൽ ആൾക്കാർ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇംപ്രസ് ആവും. നമ്മുടെ ആ പേഴ്സണൽ ബ്രാൻഡിങ് എന്നുള്ളത്, നല്ല ഡ്രസ്സിങ്, നല്ല ഷൂ പോളിഷ് ചെയ്തിട്ട്, നല്ല ഒരു ലാപ്ടോപ്പോ ടാബോ എല്ലാം കയ്യിൽ വെച്ചിട്ട്. സോ ദീസ് ആർ ഓൾ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ അത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്യണം എന്നുള്ളത് നോക്കുക. കീപ് യുവർ എനർജി കണ്ടേജിയസ്. കണ്ടേജിയസ് എന്താണ് അതിന്റെ മീനിങ്? പകരണമാരി ആയിരിക്കണം നിങ്ങളുടെ എനർജി. നിങ്ങളിന്ന് അവിടേക്ക് അങ്ങോട്ട് പകരണം. നമ്മൾക്ക് സിക്നെസ് പകരണ മാതിരിയല്ല, ഇത് പോസിറ്റീവ് ആണ്. പോസിറ്റിവിറ്റി സെൽസ്. നമ്മൾ എന്ത് വളരെ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ എനർജി ഒരാളുടെ കാണണോ അത് വേഗം പകരും. ആ പകർപ്പിക്കുന്നത് നമ്മുടെ കയ്യിലാണുള്ളത്. നമ്മള് ലക്ഷങ്ങളും കോടികളും പറഞ്ഞിട്ട് അന്ന് ആരോ പറഞ്ഞ മാതിരി ഒരു ലുങ്കിയിൽ പോയിട്ട് നമ്മൾ ഒരു ഹവായി ചപ്പലും ഇട്ടിട്ട് നമ്മൾ പോയി പ്രസന്റേഷൻ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അല്ലെങ്കിൽ പൊട്ടിയ മൊബൈലിന്റെ ഗ്ലാസ് പൊട്ടിയിട്ടുള്ള ആ ഒരു ഇതാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും സ്ക്രീന്? സോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കീപ് യുവർ എനർജി കണ്ടേജിയസ്. പോസിറ്റിവിറ്റി സെൽസ്, റൈറ്റ്? കോമൺ നെറ്റ്വർക്കിംഗ് മിസ്റ്റേക്സ് നമ്മൾ ചെയ്യേണ്ടത്, ഓർ റാദർ ചെയ്യാൻ പാടില്ലാത്തത്, റൈറ്റ്? ചെയ്യണ കാര്യങ്ങൾ, അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഓവർ സ്പാമിങ് പ്രോസ്പെക്ട്സ്. പ്രോസ്പെക്ട്സിന് വളരെ പച്ചാന്ന് പറഞ്ഞുകൊണ്ടേ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ആ ലെഫ്റ്റ് സൈഡിൽ ആ ഇമേജ് കണ്ടില്ലേ? വേണ്ടാത്തതിനെയൊക്കെ തട്ടിക്കളയാം, ബോക്സ് ചെയ്ത് തള്ളുക വേണ്ടാത്തതൊക്കെ. ഇതൊക്കെ ഞാൻ പറയുന്നത് ഫുഡ്, ഹെൽത്തി ഫുഡിനെ പറ്റിയിട്ടാണ് ഞാൻ അതിൽ ഉദ്ദേശിച്ചത്. വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് പറയണ ആള് നോക്കണ്ട. ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ, ഇതൊക്കെ ഞാൻ എപ്പോഴും കഴിക്കുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ കുറച്ചായിട്ട് അവോയ്ഡ് ചെയ്യണം. വയസ്സൊന്നും ഞാൻ നോക്കാറേ ഇല്ല. ലിവ് ലൈഫ് കിങ് സൈസ്, ഇതാണ് എൻ്റെ പോളിസി. ഉള്ളത് ഓണം പോലെയെന്ന്. ഓർ അതാണോ അതിന്റെ കറക്റ്റ് വേർഡ് എന്ന് എനിക്കറിയില്ല. രാജാവിന്റെ ജീവിതം ഞാൻ മാക്സിമം നോക്കും. ബട്ട് അത് കുറെ തെറ്റാണെന്നുള്ളത് കുറച്ചായിട്ട് മനസ്സിലാക്കി കൊണ്ടുവരുന്നു ഞാൻ. സോ അതേ ഇതിനെ ഞാൻ നെറ്റ്വർക്കിലേക്ക് ഇടുകയാണെങ്കിൽ ഓവർ സ്പാമിങ് വേണ്ട. സ്പാമിംഗ് എന്ന് പറയുന്നത് കൂടുതലും ഫാൾസ് പ്രോമിസസ്, നീ വാ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ടുള്ള കുറെ ഡയലോഗ്സ് കുറച്ച് ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ കുറച്ച് അവോയ്ഡ് ചെയ്താൽ കൊള്ളാം. ഫേക്ക് ആയിട്ടുള്ള എൻതൂസിയാസം. കുറെ ആൾക്കാർക്ക് ഈ ഫേക്ക് ആയിട്ടുള്ള എൻതൂസിയാസമാണ് കാണുന്നത്. ഈ പിക്ചേഴ്സ് ഒക്കെ, സ്ക്രിപ്റ്റ് ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ വളരെ വളരെ റോങ് ആയിട്ട് പറയും. 1 കോടി 10 കോടി
ഞാൻ ആരാ പറയണമെന്ന് പറയില്ല, പക്ഷെ ഞാൻ ഇതൊന്ന് ചിലപ്പോ ആലോചിക്കാറുണ്ട്. ലോകത്തിന്റെ ഏറ്റവും ബെസ്റ്റ് പ്രോഗ്രാമാണ് കോയിൻ ഫോർജ്, ലോകത്തിന്റെ. അപ്പൊ ഇതുവരെ വന്ന ആൾക്കാരൊന്നും അല്ലേ? ഇറ്റ് ഇസ് ഗ്രേറ്റ്, ഇറ്റ് ഇസ് നോ ഡൗട്ട് ഗ്രേറ്റ്, നോ ഡൗട്ട്. ആ ഒരു ഫീലിംഗ് ഉണ്ടാവണം. എംപവർ ഇസ് ദ ഗ്രേറ്റസ്റ്റ് എന്നുള്ളത് നമ്മുടെ ഫീലിംഗ് ഉണ്ടാവണം. എംപവർ ഇസ് ദ ഓർഗനൈസേഷൻ, വേൾഡിലത്തെ നമ്പർ 1 ഓർഗനൈസേഷൻ ആണെന്ന് പറഞ്ഞാൽ കുറച്ച് ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ എന്താണ് ഈ പറയണമെന്നുള്ള ആലോചിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിക്കുള്ളിൽ, നമ്മുടെ മീറ്റിംഗ്സിനുള്ളിൽ പറയണത് ഓക്കെ, ബട്ട് ഒരു തേർഡ് പേഴ്സൺ, ഒരു പ്രോസ്പെക്ടിന്റെ അടുത്തൊക്കെ പറയുമ്പോൾ ചില കാര്യങ്ങൾ ഒന്ന് കട്ട് ആൻഡ് ചോപ്പേ വേണ്ടു. കോയിൻ ഫോർജ് ഇസ് എ ഫാന്റാസ്റ്റിക് പ്രോജക്ട്, ടിക്ക് ഇടാം, നോ പ്രോബ്ലം. എംപവർ ഇസ് എ ഗ്രേറ്റ് ഓർഗനൈസേഷൻ, എത്രയോ ആയിരക്കണക്കിലുള്ള ആൾക്കാരെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കണു എന്നുള്ളത് ടിക്ക് ഇടാം, നോ പ്രോബ്ലം. ബാക്കി ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞത് നമ്മൾ സൂക്ഷിച്ച് പറയാം. നെഗ്ലക്റ്റിംഗ് ഫോളോ അപ്സ്. ഫോളോ അപ്സിനെ കുറെ ആൾക്കാർ പ്രസന്റേഷൻ കഴിഞ്ഞാൽ അവരുടെ പണി കഴിഞ്ഞു എന്ന് പറഞ്ഞു പോണ ആൾക്കാരുണ്ട്. വെറാസ് ഫോളോ അപ്പിലാണ് കിടക്കുന്ന ബാക്കി 60%. പ്രോസ്പെക്ടിനെ സെലക്ട് ചെയ്യുക, ഒരു നല്ലൊരു വെന്യൂവിൽ പോയി മീറ്റ് ചെയ്യുക, ഒരു നല്ലൊരു പ്രസന്റേഷൻ കൊടുക്കുക, അതൊക്കെ 40% ഉള്ളൂ. ആ ഫോളോ അപ്പ് കഴിഞ്ഞിട്ട് കയ്യിൽ കിട്ടുന്ന ആ ചെക്കിലാണ് എല്ലാ കാര്യങ്ങളും ഉള്ള ഫ്രണ്ട്സ്. ആ കയ്യിൽ കിട്ടുന്ന ആ ക്യാഷാണ് എല്ലാം കിടക്കണം. അവിടെയാണ് നമ്മുടെ കുറെ ആൾക്കാർ മിസ്റ്റേക്ക് ചെയ്യണം. അതിനെ നമ്മൾ ചെയ്യാണ്ടിരിക്കുക. ഫോളോ അപ്പ് വളരെ അവസരമാണ്, ചെയ്യണം. ആൻഡ് ഫോർഗെറ്റിംഗ് ടു ലിസൺ. നമ്മൾ മാത്രം 1 വേ ട്രാഫിക് സംസാരിച്ചുകൊണ്ടേ ഇരിക്കണതിൽ അർത്ഥമില്ല. നമ്മുടെ എന്ത് പറയുകയാണെങ്കിലും അവർ പറയണതും കുറച്ച് കേൾക്കുക. ആ എത്രത്തോളം നമ്മൾ കേൾക്കണോ അത്രത്തോളം നമ്മൾക്ക് അവിടേക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും. അതായത് അവരുടെ ഇഷ്യൂസിനെ നമ്മൾക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാല് ലാസ്റ്റിൽ എന്താ സംഭവിക്കാൻ വെച്ചാൽ അയാൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഒരു ആർഗ്യുമെന്റിലേക്ക് അങ്ങോട്ട് മാറാൻ തുടങ്ങും. നമ്മുടെ ഏതൊരു പ്രോസ്പെക്ടിന്റെയും ഫൈനൽ ഒരു ആർഗ്യുമെന്റിൽ വന്ന് നിൽക്കരുത്. അയാൾ ചേർന്നിട്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഇന്നില്ലെങ്കിൽ നാളെ അയാൾ ചേർന്നുള്ള ആ ഒരു രീതിയിൽ നിങ്ങളുടെ സക്സസിനെ കാണിച്ചുകൊണ്ടേ ഇരിക്കുക. ഒരു കാലത്ത് അവർ വരും, നോ പ്രോബ്ലം. വന്നില്ലെങ്കിലും കുഴപ്പമില്ല. എത്ര ആൾക്കാരുണ്ട് അവർ പറയണത്, ചെന്നൈയില് ഞാൻ ഇവിടെ നിന്നിട്ട് എന്റെ 1 കിലോമീറ്റർ റേഡിയസ് ചുറ്റി നോക്കിയാൽ 4 ലക്ഷം പേരാണ് അത്ര ഉള്ളത്. 4 ലക്ഷം. എനിക്ക് അത്ര പേരൊന്നും വേണ്ടല്ലോ ഇവിടെ കോയിൻ ഫോർജിൽ. ആൻഡ് ആ 1 കിലോമീറ്റർ അല്ലല്ലോ എന്റെ ബൗണ്ടറി. എവിടെ വേണമെങ്കിലും ഈ ബിസിനസ് ചെയ്തൂടെ. സോ വളരെ നെഗറ്റീവ് മൈൻഡഡ് ആയിട്ട് കുറേ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നോ പ്രോബ്ലം, വിട്ട് തള്ളു. ഇനിയും ഉണ്ട് ആൾക്കാർ നമുക്ക്. ഓക്കെ, ഫൈനലി ഒരു നല്ലൊരു മസാല റെഡി ആക്കണമെങ്കിൽ ഒരു മസാല മൈൻഡ് സെറ്റ് വേണം. ഒരു നല്ലൊരു നെറ്റ്വർക്കിന് നല്ലൊരു മൈൻഡ് സെറ്റ് വേണം. കൈപുണ്യം എന്നൊക്കെ പറയും. അതേ ബിരിയാണി, അതേ രസം, അതേ ഫിഷ് കറി, എല്ലാവർക്കും എല്ലാ ഇൻഗ്രീഡിയൻസ് കൊടുത്താലും ആ ഒരു ഫൈനൽ ടച്ച് ഉണ്ട്. കുറച്ച് ആ പേഴ്സന്റെ ബിരിയാണി ഒരു രക്ഷയില്ല. ആ കേറ്ററിന്റെ അന്ന് ലാസ്റ്റ് ടൈം അമീൻജി ഓർഡർ ചെയ്ത ബിരിയാണി ഒരു രക്ഷയില്ല. ഇപ്രാവശ്യത്തെ അത്ര ശരിയായില്ല. പറയണ കേട്ടിട്ടില്ലേ? അത് കാരണം ആ ഒരു ഫൈനൽ ടച്ചാണ്. റൈറ്റ്? ആ ഒരു ടീം, ആ ഒരു ഗ്രോത്ത്, ആ ഒരു ജോയ്, ആ ഒരു സക്സസ് എല്ലാം വരണമെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ അവിടെ ഒരു ഫൈനൽ ടച്ച് കൊടുക്കണം ഫ്രണ്ട്സ്. ദ മസാല മൈൻഡ് സെറ്റ് നമ്മളെ സംബന്ധിച്ചോളം ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ നെറ്റ്വർക്കിങ്ങിന് ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മുടെ കോയിൻ ഫോർജില് ഒന്ന് മനസ്സിലാക്കുക, ബി എ ഗിവർ, നോട്ട് ജസ്റ്റ് എ ടേക്കർ. എപ്പോഴും കൊടുക്കാനുള്ള ഒരു മനസ്സ് വരട്ടെ. എപ്പോഴും നമുക്ക് കിട്ടണത് മാത്രം വിചാരിക്കല്ലേ. ഒരു നല്ലൊരു ഗിവറായിട്ട് മാറുക. രണ്ടാമത് നമ്മുടെ ടീമിനെ എപ്പോഴും നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻസ് മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലൈൻ ആവാണ്ട് നമ്മൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ. അപ്പോ എന്താ വെച്ചാൽ നമ്മൾ വെറും പറച്ചിൽ മാത്രമേ ഉള്ളൂങ്കിൽ അവരിങ്ങോട്ട് തിരിഞ്ഞു നോക്കും, നിങ്ങൾ എന്താ ചെയ്യണം, നിങ്ങൾ എല്ലാ സൂമിലേക്കും വരുന്നുണ്ടോ, നിങ്ങൾ എല്ലാ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരരുത്. നമ്മൾ ഇതെല്ലാം ചെയ്തിട്ട് 4 പേരോട് പറയണമെങ്കിൽ പ്രാക്ടീസ് വാട്ട് യു പ്രീച്ച് എന്നാ പറയുക. നമ്മൾ എന്ത് ചെയ്യണോ അതിനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓർ നമ്മൾ എന്താണോ പറയണത് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. പ്രാക്ടീസ് വാട്ട് യു പ്രീച്ച്. റൈറ്റ്? പ്രീച്ച് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പറച്ചില് നമ്മളും കൂടി പ്രാക്ടീസ് ചെയ്തിട്ട് അയാളോട് പറയണമെങ്കിൽ കുറേ കൂടി ബെറ്റർ ആയിരിക്കും. റൈറ്റ് ഫ്രണ്ട്സ്? ഓക്കെ, സോ ലാസ്റ്റ് പോയിന്റ് വേണമെങ്കിൽ പറയാം ഇതിൽ. സ്റ്റേ ഹംഗ്രി, സ്റ്റേ ഹംബിൾ, സ്റ്റേ ഹ്യൂമൻ. ഈ ഒരു ക്വാളിറ്റി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വയറ്റിൽ ആ നല്ലൊരു വിശപ്പ് എപ്പോഴും ഉണ്ടാവണം. ഞാൻ പറയണത് ബിരിയാണി കഴിക്കാനുള്ള വിശപ്പല്ല. കോയിൻ ഫോർജ് വളരെ വലിയ ലെവലിൽ ഞാൻ ചെയ്യണം എന്നുള്ള ആ വിശപ്പ് എപ്പോഴും ഉണ്ടാവണം. വളരെ ഹംബിൾ ആയിരിക്കുക. വലിയ ജാടകളൊന്നും വേണ്ട.
വളരെ ഹ്യൂമൻ എന്നുള്ള നേച്ചറായിട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾക്ക് പൈസ കുറെ ഉണ്ടെങ്കിൽ ആ കുറച്ചുള്ള ബാക്കി പൈസ കുറെ പേർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അവർക്കൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനുള്ള ആ ഒരു ഹ്യൂമൻ നേച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്യുക. അത് കുറെ നമ്മുടെ എംപവറിലുണ്ട്. നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടും ഇരിക്കുകയാണ് അല്ലെ. സോ അതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈനൽ ആക്ഷൻ പോയിന്റ്സ് എന്ന് പറയണമെങ്കിൽ മിക്സ് യുവർ ഓൺ നെറ്റ്വർക്ക് മസാല ടുഡേ. ഇത്രയൊക്കെ നമ്മുടെ സൈഡിൽ നിന്ന് കേട്ടു. രവീന്ദ്രന്റെ ഒരു മസാല മിക്സ് ഒന്ന് കേട്ടു. പക്ഷെ നിങ്ങളുടെ ഓൺ നെറ്റ്വർക്ക് മസാല മിക്സ് നിങ്ങളൊന്ന് റെഡിയാക്കണം. ഒരുപക്ഷെ നിങ്ങളുടെ മസാല മിക്സ് ഡെഫിനറ്റ്ലി എന്നെക്കാട്ടിലും ബെറ്റർ ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയും കുറെ കാര്യങ്ങൾ മസാല ഒക്കെ ആഡ് ചെയ്തിട്ട്, ബിക്കോസ് ഇപ്പൊ ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ ഒരു റെസിപ്പി ഉണ്ട്. ഞാൻ നിങ്ങളുടെ നെറ്റിലൊക്കെ നോക്കിയിട്ട് ഒരു ചിക്കൻ കറി ഉണ്ടാക്കും. പക്ഷെ ഫൈനലായിട്ട് ഞാൻ 1-2 കാര്യങ്ങൾ ആഡ് ചെയ്യും. അവിടെ ചിലപ്പോൾ കുറച്ച് ഹണി ആഡ് ചെയ്യും, കുറച്ച് ചിലപ്പോൾ സോയാ സോസ് ആഡ് ചെയ്യും, അല്ലെങ്കിൽ ഇന്നലെ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്തു. എല്ലാത്തിനും ഒരു ഡിഫറെന്റ് ഫ്ലേവർ. നെറ്റ്വർക്ക് മസാല എന്ന് പറയുന്ന മാതിരി നിങ്ങളുടെ ഒരു ഡിഫറെന്റ് മസാല റെഡിയാക്കാൻ നോക്കുക. കണക്ഷൻസ് നല്ല 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 കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ നോക്കുക. റൈറ്റ്. ആൻഡ് ഓഫ് കോഴ്സ് സ്റ്റർ ഇൻ പാഷൻ. നല്ല പാഷനോട് കൂടിയിട്ട് ഇളക്കുക. എന്ത് ചെയ്യണമെങ്കിലും നമ്മുടെ സ്റ്റെറിങ് എന്നുള്ളത് ഫുൾ പാഷനോട് കൂടിയിട്ട് ഈ നെറ്റ്വർക്ക് ചെയ്യാൻ നോക്കുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സെർവ് സക്സസ് വിത്ത് എ സ്മൈൽ. നമ്മൾ എന്ത് സെർവ് ചെയ്യണമെങ്കിലും നമ്മുടെ ടേബിളിലേക്ക് ഒരു സ്ത്രീയോ ആണോ ആരാണെന്ന് വെച്ചാൽ ഒരു ടേബിളിലേക്ക് വന്ന് ഒരുമാതിരി ടഫ് ഫേസ് ആയിട്ട് ഇങ്ങനെ വന്ന് നിന്ന് സെർവ് ചെയ്യണതും നല്ലൊരു ചെറിയോട് കൂടിയിട്ട് വന്ന് സെർവ് ചെയ്യണതും ആ റെസിപ്പിക്ക് തന്നെ ഒരു ടേസ്റ്റ് മാറും അല്ലെ. നമ്മുടെ ഭാര്യ നമ്മുടെ അടുത്ത് ചായ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ടപ്പ് അവിടെ ഒന്ന് വെച്ചിട്ട് അതാ ചായ എന്ന് പറയണതിനും ചേട്ടാ ഇതാ ചായ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ, ഷുഗർ കുറവാണ് കേട്ടോ, വേണ്ട ഭാര്യ തന്നിട്ടുണ്ട്, അങ്ങനെ പറയുമ്പോൾ അതിന്റെ ഒരു ടേസ്റ്റ് വേറെയായി മാറും. അത് ഇങ്ങോട്ടും അങ്ങോട്ടും ആവണം കേട്ടോ, ബോത്ത് വേസ്. റൈറ്റ്. സോ ഇതൊരു സെർവിങ് സക്സസ് വിത്ത് സ്മൈൽ എന്നുള്ളത് എല്ലാവരും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. സോ ഇതോട് കൂടിയിട്ട് എൻ്റെ ഒരു ചെറിയൊരു സെഷൻ വൈൻഡപ്പ് ചെയ്യണം. 8 മണിയായി. ആൻഡ് ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആൻഡ് എൻ്റെ ഭാഷ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വോയിസ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഒരു സെഷനെ ഞാൻ വൈൻഡപ്പ് ചെയ്യണം. ഓവർ ടു യു തർസി മാഡം. താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. എല്ലാവരും ആ മസാലക്കൂട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണല്ലേ? കാരണം ഒരുപാട് കാര്യങ്ങൾ സാറ് പറഞ്ഞു. എത്ര പേര് നോട്ട് ചെയ്തിട്ടുണ്ട്? എന്നാലും ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം സാറ് പറഞ്ഞ ഫ്ലേവർ ആണല്ലേ. ഫ്ലേവറിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. രണ്ടാമത് എന്താണ്? ഇൻഗ്രീഡിയൻസ് ആണ്. മൂന്നാമത് സീക്രട്ട് റെസിപ്പി. നാലാമത് സ്പൈസിങ് യുവർ സ്ട്രാറ്റജി. അഞ്ചാമത് നെറ്റ്വർക്കിംഗ് മിസ്റ്റേക്ക്. നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല. പിന്നെ ലാസ്റ്റ് ഫൈനൽ ടച്ച്, പിന്നെ കോൾ ടു ആക്ഷൻ. ഇതിൽ സാർ ലാസ്റ്റ് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലേ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ലാസ്റ്റത്തെ ആ കോൾ ടു ആക്ഷൻ അല്ലെ, അതിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ സാറ് പറഞ്ഞ കാര്യം നിങ്ങളെപ്പോ തന്നെ ഞാൻ ഇവിടുന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് ആളുകൾ നോട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആളുകൾ നോട്ട് ചെയ്തിട്ടില്ല. എന്നാലും താങ്ക് യു സാർ. എനിക്ക് ഈ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് ഇപ്പം ഉള്ളതിനെക്കാട്ടും ഈ ഒരു കാര്യങ്ങളൊക്കെ എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ബിസിനസ്സിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഒരു അടിപൊളി സെഷൻ ആയിരുന്നു. അപ്പൊ ഈ ഒരു സെഷനിൽ ഇങ്ങനെ നിന്നാ മതിയോ? എല്ലാവരും മുഖമൊക്കെ വീർപ്പിച്ചു. സാർ നേരത്തെ പറയുമ്പോൾ എന്ത് ചെയ്യാ, വളരെ സ്മൈലോട് അല്ലെ, വളരെ സ്മൈലോട്. നേരത്തെ പറഞ്ഞ ക്ലാപ്പ് വേണ്ട, നല്ലൊരു ഹാർട്ട് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ ഞങ്ങളിലേക്ക് തന്ന സാറിന് നല്ലൊരു സ്നേഹം കൊടുക്കാം. ആ സ്നേഹം കൊടുത്തതിനെ വീണ്ടും ഞങ്ങൾക്ക് സാർ എന്ത് ചെയ്യും, നെക്സ്റ്റ് വരുന്ന സമയത്ത് വീണ്ടും ഓരോ റെസിപ്പിയുടെ സാർ ഞങ്ങളെ മുന്നിലേക്ക് എത്തും. അപ്പൊ നല്ലൊരു ക്ലാപ്പും നല്ലൊരു ക്ലാപ്പുള്ള സോറി ഹാർട്ട് സിമ്പിളി അതൊക്കെ കൊടുക്കാം. പിന്നെ എന്ത് ചെയ്യാ, ഒരു 3 പേര് ഫീഡ്ബാക്ക്. ഞാൻ വീണ്ടും പറയുന്നുണ്ട്, വെറുതെ എന്തെങ്കിലുമൊക്കെ പറയാന്നല്ല, ഇന്ന് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സാർ എടുത്തു തന്ന ഈ ഒരു 1 അവർ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? സത്യസന്ധമായിട്ട് ആ മനസ്സിലായ കാര്യങ്ങൾ 3 കാര്യങ്ങൾ എന്ത് ചെയ്യാം, എത്രയാണ് നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശിക്കുക. പക്ഷെ ടൈം വളരെ കുറവാണ്. 3 പേർക്ക് മാത്രമേ റൈസ് ഹാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ളൂ. ഈ 3 പേര് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. റൈസ് ഹാൻഡ് ചെയ്യാം, 3 പേർക്ക് റൈസ് ഹാൻഡ് ചെയ്യാം. ഓക്കെ, ആർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലേ? എന്തായാലും ഫ്ലേവർ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇൻഗ്രീഡിയൻസും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സീക്രട്ട് അല്ലെ, അത്രയും സാർ എഫേർട്ട് എടുത്ത് ഇന്നലെ അതൊക്കെ റെഡിയാക്കി ഇന്ന് ഞങ്ങളിലേക്ക് തന്നു. 3 പേര് റൈസ് ഹാൻഡ് ചെയ്യാം. 3 പേര് റൈസ് ഹാൻഡ് ചെയ്യാം. അഷ്റഫ് ഖാൻ. ഗുഡ് മോർണിംഗ് ഓൾ അബൌട്ട് ഫാമിലി. മോർണിംഗ് അഷ്റഫ് ഖാൻ. എന്തായാലും സാറിന് ഇന്നത്തെ മസാല ആർക്കും കിട്ടായിട്ടല്ല, അത് ആരാണോ ഫസ്റ്റ് റൈസ് ഹാൻഡ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിലാണ്. കാരണം സത്യത്തിൽ എല്ലാവരും ഒരു നെറ്റ്വർക്കിന് ഇത്രയും വലിയൊരു മസാല ഉണ്ടോ എന്നുള്ളത് ഒരു പക്ഷേ ഇന്നായിരിക്കും
എന്ത് ഈ ഇരിക്കുന്ന ഫാമിലി അറിയുന്നത്. അപ്പൊ ആ ഒരു കൺഫ്യൂഷനിലാണ് എല്ലാരും ശരിക്ക് ഈ ഇരിക്കുന്നത്. കാരണം അന്തം വിട്ടിരിക്കുകയാണ്. നമ്മളെ നാടൻ ഭാഷയെ പറഞ്ഞാൽ അന്തം വിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞില്ലേ. കാരണം അത്രയും വലിയൊരു മസാലയാണ് സാറിന് എല്ലാരും കൊടുത്തിട്ടുള്ളത്. സത്യമാണ്. പലരും മുഖത്ത് നോക്കിയാൽ ഇപ്പൊ സാറിന് മനസ്സിലാവും. ഇപ്പൊ ഞാനിപ്പോ ഈ പറയുമ്പോഴാണ് പലരും ഇതിൽ ചിരിക്കുന്നത്. ശരിയാണ്. കാരണം എന്താന്ന് വെച്ചാല് ഈ ഒരു നെറ്റ്വർക്കിന് ഇത്രയും വലിയ മസാല ഉണ്ട് എന്നുള്ളത് ഇപ്പൊ ഇന്നാണ് ഇതിൽ എല്ലാവരും അറിയുന്നത്. അപ്പൊ ഇതിൽ പലരും പല മെസ്സേജുകളും അയച്ചു. സാറ് പലരും മെസ്സേജ് അയക്കാൻ പറഞ്ഞ് പലരും റീപ്ലൈ കൊടുത്തിട്ടുണ്ട് അല്ലെ. പല നെറ്റ്വർക്ക് ചെയ്യുന്നതാണോ നല്ലത്, അതെ ഒരു നെറ്റ്വർക്കുമായിട്ട് മുന്നോട്ട് പോകുന്നതാണോ നല്ലത്? എനിക്ക് ഞാൻ ഇതിൽ ഏറ്റവും നോക്കിയത് ആ ഒരു കാര്യമാണ്. അപ്പൊ പലരും നോ എന്ന് പറഞ്ഞവരുണ്ട്, യെസ് പറഞ്ഞവരുണ്ട്. പക്ഷെ നമുക്ക് പല ഇതിൽ നിൽക്കുമ്പോഴും തോന്നുന്നു എന്ത്, നമ്മൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയിൽ നിൽക്കുമ്പോൾ, നല്ലൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും അക്കരെ ഒരു പച്ചയായിട്ട്. കാരണം അത് അവിടെ ഓൾറെഡി അവർ കുടുങ്ങി നിൽക്കുന്ന സമയത്തേക്കാണ് അവർ നമ്മളെ സമീപിക്കുന്നു. കാരണം നമ്മളെയും കൂടി അതിൽ പെടട്ടെ എന്നുള്ള ആ ഒരു നമ്മളോട് കൊടുക്കാൻ വേണ്ടിയിട്ട് പലരും എന്ത് ചെയ്യും. ഇപ്പൊ കോയിൻ ഫോർജിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ ഏകദേശം 8 മാസത്തോളം ആയി. 8ാമത്തെ മാസം ആവാൻ പോവാണ് കോയിൻ ഫോർജ് അല്ലെ. 3 മാസം പോലും കംപ്ലീറ്റ് ചെയ്യൂല എന്ന് പറഞ്ഞ ആൾക്കാര് ഇന്ന് ഞാനും കോയിൻ ഫോർജ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണ്. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവരോട്. അതായത് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ആ ആൾക്കാരെ നമ്മള് നമ്മുടെ എന്താ പറയാ, നമ്മൾ 1 ഇയർ കംപ്ലീറ്റ് ചെയ്യണ അന്ന് നമ്മൾ ആ വലിയ സെലിബ്രേഷന്റെ അന്ന് അവരെ സ്റ്റേജ് കെട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അവരെ നമ്മൾ കോയിൻ ഫോർജിൽ എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം അവർക്ക് അതിലൊരു സെലിബ്രേഷൻ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. കാരണം 1 ഇയർ വരെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തില്ലേ നമ്മുടെ പ്രൊജക്റ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിൽ പലരും റൈസ് ആൻഡ് ചെയ്യാൻ മടിക്കുന്നത്. കാരണം ഇതിലിപ്പോ പല ലീഡേഴ്സും റൈസ് ആൻഡ് ചെയ്യാണ്ട് നിൽക്കണ എന്താന്ന് വെച്ചാല് പുതിയ ആൾക്കാർ വരട്ടെ, അവരെ ഫീഡ്ബാക്ക് പറയട്ടെ എന്ന് വെച്ചിട്ടാണ്. കാരണം ഇന്നൊക്കെ ഇപ്പൊ ഇന്നലെ നമ്മുടെ ക്യാപ്റ്റൻ അമീൻ സാറിന്റെ ആണെങ്കിലും അത് ഓരോ ദിവസവും എടുത്ത് പറയേണ്ടത് തന്നെ ഉണ്ട്. ഇപ്പൊ ഇന്ന് സാറിന്റെ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയാ, വീണ്ടും ഒന്നുകൂടി പറയുന്നത് ഇത്രയും വലിയൊരു മസാല നെറ്റ്വർക്കിൽ ഉണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. കാരണം ഞാനും ഷോറായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഏകദേശം ഇപ്പൊ ഒരു 2, 3, 4 വർഷത്തോളമായിട്ടുള്ള ഫ്രണ്ട്സാണ്. ഞങ്ങളൊക്കെ ഒരു നെറ്റ്വർക്ക് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും അതിൽ ഈ ഒരു നെറ്റ്വർക്കിൽ ഇത്രയും മസാല ഉണ്ടെന്നുള്ളത് ഇന്നാണ് ശരിക്കും അറിയുന്നത്. വളരെ പ്രൗഡാണ്. കാരണം എന്താ വെച്ചാൽ പ്രത്യേകിച്ച് സാറിന്റെ ഒരു ക്ലാസ് കേൾക്കുക ആയിരിക്കുമ്പോൾ തന്നെ അതിന് വേറൊരു ഇതാണ്. കാരണം ഞാനൊക്കെ എംപവറിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു തലൈവർ തന്നെയാണ്, ഞങ്ങളുടെ ഒരു അത്താണിയാണ്. ഞങ്ങൾക്ക് എപ്പോഴും എന്തൊരു മിസ്റ്റേക്ക് ഉണ്ടോ, എന്നാലേക്ക് എന്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടോ 24/7 ഞങ്ങൾക്ക് അവൈലബിൾ ആയി നിൽക്കുന്ന ഞങ്ങളുടെ ഒരു ഗ്രാൻഡ് ഫാദറാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച് സാർ. ഓക്കെ ഷഫ്ക, താങ്ക് യു. നെക്സ്റ്റ് നമ്മളെ ഹനീഫ സാർ. ഓക്കെ സാർ. ഗുഡ് മോർണിംഗ്. ഓഡിയബിൾ ആണ്, ജസ്റ്റ് ഒരു ബ്രേക്ക്. ഓഡിയബിൾ അല്ലേ? യെസ് ഓഡിയബിൾ ആണ്. അപ്പൊ ഓക്കെയാണ്. വോയിസ് ക്രാക്ക് ആവണ്ട ജി. അത് ബ്രേക്ക് ആവുന്നുണ്ട് വോയിസ്. ക്യാമറ ഓഫ് ചെയ്യും സാർ. വോയിസ് ഓക്കെ അല്ല കേട്ടോ. വോയിസ് ഓക്കെ അല്ല സാർ. ഒരു ഇഷ്യൂ ആയിരിക്കും. എന്നാ പിന്നെ അടുത്ത ആളെ വിളിച്ചോളൂ. കാരണം എന്റെ വോയിസ് ഓക്കെയാണ്. സംസാരിക്കാൻ ഓക്കെയാണ്. ക്യാമറ ഓഫ് ചെയ്ത് സംസാരിക്കും. ഇപ്പൊ കേൾക്കാണ്ടോ? ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ. ഗുഡ് മോർണിംഗ് രവീന്ദ്ര സാർ. സാറിനോട് ഞാൻ ഒരു ഗുഡ് മോർണിംഗ് പറയുന്ന ഒരു താങ്ക്സ് പറയുന്ന പോലെ ഞാൻ എന്റെ അപ്ലൈൻ അഷ്റഫ് ഖാനോട് പറയട്ടെ. കാരണം ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. എന്നാലും ഹാൻഡ് റൈസ് ചെയ്തതല്ലേ സാറേ. മസാല മിക്സ് വളരെയധികം എഫക്റ്റീവ് ആയിരുന്നു. സത്യത്തിൽ അഷ്റഫ് ഖാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡേ ബൈ ഡേ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അത് വളരെ വിശദമായിട്ട് തന്നെ വളരെ ലളിതമായിട്ട് നമുക്ക് എല്ലാവർക്കും അഷ്റഫ് പറഞ്ഞു നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. വളരെ വിശദമായിട്ട് തന്നെ അത് തന്നു. ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ നെറ്റ്വർക്ക് ആദ്യത്തെ നെറ്റ്വർക്കാണ്. എംപവർ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് നെറ്റ്വർക്കാണ്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞാൻ എംപവറിലുണ്ട്. ഒരുപാട് സ്ട്രഗിളിങ് ഉണ്ടായിട്ട് പോലും, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും
ഞാൻ എൻ്റെ അപ്ലൈനോട് ഇരുന്നത് കൊണ്ട് പറയല്ല, എൻ്റെ അപ്ലൈനിലും എംപവർ എന്നുള്ള ഒരു കമ്മ്യൂണിറ്റിയിലും ഫാസ്റ്റ് ട്രാക്ക് എന്നുള്ള ലീഡേഴ്സിലൊരു വിശ്വാസം കൊണ്ടാണ് ഞാൻ ഇന്നും എംപവറിൽ നിന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വിശ്വാസമുണ്ട് എനിക്ക് മുന്നോട്ട് ഈ എംപവർ എന്ന കമ്മ്യൂണിറ്റിയിൽ നിന്ന് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അതിനൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇതുപോലത്തെ രവീന്ദ്ര സാർ പോലത്തെ അല്ലെങ്കിൽ നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ലീഡേഴ്സ് പോലത്തെ ഉള്ളവർ സൂമുകൾ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്, ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി ഇന്നത്തെ മസാല മിക്സ്. സാറേ താങ്ക് യു വെരി മച്ച്. നമുക്ക് സാറ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ തന്നെ ഒരു വയറ് നിറഞ്ഞ പോലെ ഒരു ഫീല് നമുക്കുണ്ട്. എനിക്ക് മാത്രമല്ല നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടുള്ള എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ താങ്ക് യു വൺസ് അഗൈൻ. ഇതുപോലെ വോയിസ് ബ്രേക്ക് ആവുന്നു സാർ. തസ്ലീന മാഡം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. തസ്ലീന മാം, വിഷ്ണു ഒന്ന് മ്യൂട്ട് അൺമ്യൂട്ട് ചെയ്തോ. audible. മാം ഓഡിയബിൾ ആണ്. ഓക്കെ മാം. എനിവേ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് സെഷനിലേക്ക് വരുന്നത്. എനിവേ ഇന്ന് പറയാണ്ടിരിക്കാൻ പറ്റില്ല. തഫ്സീത്ത് MC ആണ്, രവീന്ദ്രൻ ജി ആണ് സെഷൻ. ഐ എം സോ ഹാപ്പി ആൻഡ് പ്രൗഡ് ഓഫ് യു ഓൾ. ആൻഡ് രവീന്ദ്രൻ സർ, വെരി ഗുഡ് സെഷൻ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടിരിക്കാൻ തന്നെ. ഞാൻ ഒരു നെറ്റ്വർക്ക് മസാല എന്നുള്ളൊരു ടോപ്പിക് കണ്ടപ്പോൾ ഇന്നലെ തഫ്സീത്ത് ജസ്റ്റ് എൻ്റെ അടുത്ത് ഞാൻ സൂചിപ്പിച്ചു ഈ ഒരു ടോപ്പിക്കിനെ പറ്റി. പക്ഷെ ഞാൻ പോലും വണ്ടറായിരുന്നു, ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇങ്ങനെ ഒരു ടോപ്പിക് എന്നുള്ളത്. പക്ഷെ ഇതിൽ എന്തൊക്കെയാ വരുന്നത് എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കോൺഫിഡൻസ്, കൺസിസ്റ്റൻസി, കമ്മ്യൂണിക്കേഷൻ, എന്തൊക്കെ കണ്ടന്റ് എല്ലാം വളരെ അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ദെൻ ഞാനൊരു മാസമായി ഇവിടെ. പക്ഷേ ഐ എം വെരി സാർ ഫസ്റ്റ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആദ്യമായിട്ടാണോ ഈ ഒരു മേഖലയിൽ നിന്ന്? അബ്സല്യൂട്ട്ലി ഫസ്റ്റ് ടൈം ആണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യണത്. പക്ഷെ 1 month കൊണ്ട് തന്നെ കിങ് സർക്കിൾ എന്നുള്ള ഒരു സാറ് മിഞ്ഞാന്ന് ഞങ്ങൾക്ക് മീറ്റിംഗ് എടുത്ത സമയത്ത് പറഞ്ഞു ആ ഒരു സീറ്റിന്റെ വാല്യൂ. ഐ ആം പ്രൗഡ് ഓഫ് ഇറ്റ്. ആൻഡ് ആ ഒരു ലെവലിൽ എത്താൻ പറ്റിയതിൽ എൻ്റെ അപ്ലൈൻ അബുവിൻ്റെ അടുത്തും അതുപോലെ ഞങ്ങളുടെ ടീം ലീഡർ തഫ്സിത്ത അടുത്തൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട്. എനിവേ എല്ലാം എടുത്തു കഴിഞ്ഞ് രവീന്ദ്രൻ സാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. I'm thinking that sir, you are that much kind. And anyway, thank you Tafsita. Your session also very nice. Thank you. Wish you a great journey in Coin for Taslina. Thank you for your feedback. ഓക്കെ, താങ്ക് യു മാം. Thank you. ഓക്കെ, അപ്പൊ നമ്മള് 3 പേരെ പൈസ ആൻഡ് ഓപ്ഷൻ കഴിഞ്ഞു. അപ്പൊ എന്ത് ചെയ്യാ, എല്ലാവരും ഗ്രൂപ്പിലല്ല സാറ് തന്ന ഇൻഗ്രീഡിയൻസും അതേപോലെ ഫ്ലേവറും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായത്. ഇതിൽ എനിക്ക് ഒന്നാമത് നിങ്ങളോട് സംസാരിക്കാനുള്ളത്, അതായത് സാർ ഇപ്പം തന്ന ഇത്രയും ഇൻഗ്രീഡിയൻസും റെസിപ്പിയും കാര്യങ്ങളൊക്കെ അല്ലെ, ഒരു സ്പെഷ്യൽ മസാല നിങ്ങൾക്ക് പുറത്ത് നിന്ന് പേയ്മെന്റ് കൊടുത്ത് വാങ്ങിക്കേണ്ടതല്ല അല്ലെ. അത് ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ ഒരു ഷോപ്പിൽ പോയിട്ട് 10,000 കൊടുത്തിട്ട് വാങ്ങിക്കേണ്ടതല്ല, നിങ്ങളിൽ ഉള്ള റെസിപ്പിയാണ് അല്ലെ ഒരു സ്പെഷ്യൽ മസാല. ആ മസാല നിങ്ങൾ ഓരോ വ്യക്തികൾക്ക് സ്പെഷ്യൽ മസാല ഉണ്ട്, അത് ഏതൊക്കെ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാം, അതൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ സാർ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേ രീതിയിൽ സാറ് പറഞ്ഞ ഓരോ കാഴ്ച, ചിലപ്പോൾ നാളെ തന്നെ ആവണമെന്നില്ല, ഓരോന്നും പതുക്കെ പതുക്കെ ഒക്കെ ടീമിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും വലിയ എല്ലാവരും വന്നെത്തുന്ന അത്രയും സ്പൈസി ആയിട്ടുള്ള മസാല കൂട്ട് ഉപയോഗിച്ചിട്ട് വലിയ രീതിയിൽ അച്ചീവ്മെന്റ് എടുക്കാൻ നോക്കല്ലേ. ഇന്ന് ഞാൻ വീണ്ടും പറഞ്ഞില്ല, ഇവിടെ കണ്ണൂർ ഉണ്ടെന്ന ഹോട്ടലിന്റെ കാര്യം എന്തുകൊണ്ടാണ് ആളുകൾ കയറുന്നത്, സ്പെഷ്യൽ മസാല. ആ സ്പെഷ്യൽ മസാല അറിയണം. ആ സ്പെഷ്യൽ മസാല ഇന്ന് സാറ് ഞങ്ങൾക്ക് തന്നു. ഇനി ഈ സ്പെഷ്യൽ മസാല എന്ത് ചെയ്യണം, നമ്മൾ അപ്ലൈ ചെയ്യണം അല്ലെ. ഒരു ഫിഷ് കിട്ടിക്കഴിഞ്ഞാൽ കോയിൻഫോജി എന്ന് പറയുന്ന ആ സിസ്റ്റം ഞങ്ങളിലേക്ക് വന്നു. ഇനി സ്പെഷ്യൽ മസാലയൊക്കെ ചേർത്ത് ആളുകൾക്ക് എന്ത് ചെയ്യാം, അത് വിളമ്പി കൊടുക്കുക. അതിൽ ലാസ്റ്റ് അവസാനം പറഞ്ഞ സാർ ഒരു കാര്യമുണ്ട്, കോൾ ടു ആക്ഷൻ അല്ലെ. അതായത് ആളുകൾക്ക് കൊടുക്കുന്ന സമയത്ത്, എന്ത് മസാല പേറ്റിട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ സ്മൈലോട് കൂടിയിട്ട് നിങ്ങളുള്ള കാര്യങ്ങളും കൂടി അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട. നിങ്ങൾ തന്നെയാണ് ആ നാട്ടിലെ എല്ലാ പ്രദേശത്തെ ഏറ്റവും വലിയ എന്താണ് മസാലക്കൂട്ട് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിട്ടും ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പൊ ഒരുപാട് താങ്ക് യു സർ. അത്രയും വാല്യബിൾ ആയിട്ടൊരു സെഷൻ ആയിരുന്നു. എനിക്ക് എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഒരേ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം 3 പേർക്കാണ് ഫീഡ്ബാക്ക് ഒരു ദിവസം എന്നുള്ളത്. ആക്ച്വലി മൂന്നാമത്തായിട്ട് വിഷ്ണു റേസ് ആൻഡ് ചെയ്തു. പക്ഷെ ആ ഒരു സാക്രിഫൈസിങ് സ്പിരിറ്റ് മൂപ്പരൊന്ന് മാറി നിന്നിട്ട് തസ്ലീനയ്ക്ക് അവിടെ സ്ഥലം കൊടുത്തു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്.
ആൻഡ് ഹേമ മാഡം നിങ്ങളുടെ ആ ഹാൻഡ് റൈസ് കണ്ടു, ബട്ട് അതൊരു ഫീഡ്ബാക്ക് ആയിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. 3 എന്നുള്ളത് ഒരു 3 തന്നെ ആയിക്കോട്ടെ. അഷ്റഫിക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ട് പറയട്ടെ. അല്ല സോറി കാരണം എന്താ വെച്ചാല് ഞാൻ നേരത്തെ പിന്നെ സാറിന്റെ ആ സെക്ഷന്റെ ആ ഒരു എക്സൈറ്റ്മെന്റിൽ എന്ത് ചെയ്തു, നമ്മുടെ MC കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഞാൻ ആദ്യം പറയാൻ വേണ്ടിയിരുന്നതാ. കാരണം എന്താന്ന് വെച്ചാല് എംബോറിന് സമയം എടുത്തോളം തഫ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വളരെ ഇതിലുള്ള ഏത് ഇനിയിപ്പോ ഏകദേശം ഒരു 2-3 വർഷം തൊട്ടിട്ട് ഇങ്ങോട്ട് ഏത് സ്റ്റേജിലും ഇപ്പൊ ഏതൊരു സൂം ആയിക്കോട്ടെ പ്രോഗ്രാമുകൾ ആയിക്കോട്ടെ തഫ്സിയുടെ ഒരു പേര് അവിടെ ഇല്ലാത്തത് ഉണ്ടാവില്ല. കാരണം ഇന്നലെ രാത്രി വരെ എനിക്ക് 500 യൂസ് തന്നിട്ട് നിങ്ങൾ ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ 12 മണിക്ക് വരെ വെയിറ്റ് ചെയ്തിട്ട് ഉറക്കിക്കുന്നത്. കാരണം ആ ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിലിരിക്കുന്ന ഓരോരുത്തർക്കും അത് ആണിനായിക്കോട്ടെ പെണ്ണിനായിക്കോട്ടെ അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അത് ഇന്നത്തെ ഇപ്പോ MC എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പവർഫുൾ തന്നെയാണ് തഫ്സിയുടെ ആ ഒരു ഇതും. എന്താ പറയാൻ വാക്കുകളില്ല. താങ്ക് യു തഫ്സി, താങ്ക് യു വെരി മച്ച്. താങ്ക് യു അഷ്റഫ്ക. എന്തായാലും എന്ത് ചെയ്യാ, എല്ലാവരും ഗ്രൂപ്പിൽ എംപവർ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ കോൺഫറൻസിന്റെ ഗ്രൂപ്പിൽ നിങ്ങളെ വിലയേറിയ ഫീഡ്ബാക്ക് ഇത് കേൾക്കുന്ന സമയത്ത് പങ്കെടുക്കാത്ത ആളുകൾക്ക് ഇത് മനസ്സിലാവും. നെക്സ്റ്റ് സാധാ മസാലക്കൂട്ട് വരുന്ന സമയത്ത് ഏകദേശം 1000 പേര് സൂമിൽ ഉണ്ടാവില്ലേ. അങ്ങനെ വരുന്ന സമയത്ത് കോൺഫോർജി എന്ന് പറയുന്ന പ്രൊജക്ട് അത് ഗംഭീരമായിട്ട് കൊണ്ടുപോകാനും ഇവരുടെ വെറുതെ ഗ്ലോബൽ ഷെയർ നോക്കിക്കുന്ന ആളുകൾക്ക് ഗ്ലോബൽ ഷെയറും കൂടി കിട്ടും. അപ്പൊ എന്ത് ചെയ്യുക, അങ്ങനെയെങ്കിലും വരുമാനങ്ങൾ കിട്ടട്ടെ. നിങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങൾ ഫീഡ്ബാക്ക് മസ്റ്റാണ്, ഒരു മടിയും വേണ്ട. ആ ഒരു വലിയ ഗ്രൂപ്പ് എല്ലാവരും ഫീഡ്ബാക്ക് ഇടാം. എല്ലാവർക്കും വലിയ രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റട്ടെ. ഈ ഒരു മസാലക്കൂട്ടൊക്കെ മനസ്സിലായിട്ട് വിചാരിക്കുന്നുണ്ട്. വലിയ രീതിയിൽ എല്ലാവരും കോൺഫോർജ് എന്ന് പറയുന്ന സിസ്റ്റങ്ങൾ ചെയ്തിട്ട് എല്ലാവരുടെ ഫാമിലി പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റട്ടെ. ഒരുപാട് പാവപ്പെട്ട വീടുകളിൽ ഞങ്ങളെ കൊണ്ട് വെളിച്ചമാകാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സെമിനാർ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.